മന്ത്രവാദം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരാളുടെ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നു എന്ന് അയാളെ ബോധ്യപ്പെടുത്തി അയാളിൽ നിന്ന് ആ പ്രശ്നങ്ങൾ മാറ്റുന്ന രീതിയാണ്. ഗുരുതിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു ഗുരുതി നടത്തിയെന്ന് മറ്റുള്ള ബോധ്യപ്പെടുത്തി അയാൾ ദോഷങ്ങൾ മാറി എന്ന് അയാളെ വിശ്വസിപ്പിക്കുന്നതാണ്. ബാധ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്നത് പ്രേതം, ഭൂതം, പിശാച് എന്നാണ്. ബാധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധിച്ചിരിക്കുന്നതെന്ന് അർത്ഥമുള്ളൂ. അങ്ങനെ സംഭവം ഇല്ല എന്നൊരു സൈക്കോളജിസ്റ്റ് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ബോധ്യം വരില്ല. പൂജയ്ക്ക് എപ്പോഴും ഒരു 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 സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരിക്കും പൂജ. മറ്റു മന്ത്രവാദം എന്ന് പറയുമ്പോഴേക്കും കുറച്ചുകൂടി രൗദ്രമായിട്ട് വരും. ചിലപ്പോൾ വിധിയെ മാറ്റിയെടുക്കാൻ അങ്ങനെ പറയുന്ന ഒരു തരത്തിൽ ജ്യോതിഷത്തിൻ്റെ തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ചൊവ്വ ദോഷമുണ്ട്, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ദോഷമാണ്, ഈ രാധങ്ങൾ ചേരില്ലെന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കും. 7 8 ചൊവ്വയുണ്ടെങ്കിലും 9 ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീ ഭർത്താവിനോടും പുത്രന്മാരോടും കൂടി ദീർഘകാലം ജീവിക്കും. ഈ ശാസ്ത്രീയ അടിത്തറയിൽ നിന്നുകൊണ്ട് അശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്ത് ജ്യോതിഷത്തിൻ്റെ വിശ്വാസം കളയാണ് ചെയ്യുന്നത്. ഏറ്റവും നീതിമാനായ ഗ്രഹമാണ് ശനി. ജ്യോതിഷത്തിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ ജ്യോത്സ്യന്മാർ തന്നെയാണ്. മനുഷ്യൻ്റെ മനസ്സാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം പുണ്യം പോഡ്കാസ്റ്റിലുള്ളത് ഉണ്ണികൃഷ്ണൻ കുണ്ടേത്ത് സാറാണ്. സർ നമസ്കാരം. സാർ ഒരു പേര് കേട്ട് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരംകാർക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ജ്യോതിഷനാണ്, ഒപ്പം ഒരു മാന്ത്രികനാണ് എന്നുകൂടി പറഞ്ഞാൽ അത് ശരിയാവുമോ? അതോ പൂജ അങ്ങനെ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു 9 വർഷമായിട്ട് പൂജയൊന്നും ചെയ്യുന്നില്ല. ജ്യോതിഷം മാത്രമാണ് ഉള്ളൂ. അതായത് അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു മാന്ത്രികൻ എന്നുള്ള രീതിയിലാണ് സാറിനെ കേട്ടത്. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞു പൂജകൾ ചെയ്യുന്നത്. അപ്പോൾ മാന്ത്രികവും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ സാർ പൂജ എന്നാണ് അതിനെ പറഞ്ഞത്. അത് തമ്മിലൊരു പൂജയും മന്ത്രവാദവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ. പൂജ മന്ത്രവാദം എന്ന് പറയുമ്പോഴത്തേക്ക് കവളമാർഗ പ്രകാരം ഉള്ള ഒരു രീതിയാണത്. അതായത് മന്ത്രവാദം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ മറ്റൊരാളുടെ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നു എന്ന് അയാളെ ബോധ്യപ്പെടുത്തി അയാളിൽ നിന്ന് ആ പ്രശ്നങ്ങൾ മാറ്റുന്ന രീതിയാണ്. അതിന് കുറച്ച് പ്രകടനപരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വരും, ഒരുപാട് ഒരുക്കങ്ങളൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ ആണെങ്കിൽ പിന്നെ ഈ ഗുരുതി പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ മൃഗബലിയൊക്കെ ഇപ്പോൾ നിയമം നിരോധിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്നുമില്ല. പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾ ഈ കുമ്പളങ്ങ പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗുരുതിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു ഗുരുതി നടത്തിയെന്ന് മറ്റുള്ള ബോധ്യപ്പെടുത്തി അയാൾ ദോഷങ്ങൾ മാറി എന്ന് അയാളെ വിശ്വസിപ്പിക്കുന്നതാണ്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അവരുടെ ഒരു സൈക്കോളജിക്കലി അവരെ ഓക്കെ ആക്കുന്നതാണ് മന്ത്രവാദം. പക്ഷെ പൂജ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പൂജ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു വീട്ടിലെ ഒരു പോസിറ്റീവ് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിന് ചെയ്യുന്ന ഈ അർച്ചനയും മറ്റ് താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളാണ്. അതിന് തമ്മിൽ ഒരുക്കത്തിലും വ്യത്യാസം ഉണ്ടാവും, ചെയ്യുന്ന രീതിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. പൂജയ്ക്ക് എപ്പോഴും ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരിക്കും പൂജ. മറ്റു മന്ത്രവാദം എന്ന് പറയുമ്പോഴേക്കും കുറച്ചുകൂടി രൗദ്രമായിട്ട് വരും. ചിലപ്പോൾ കുറച്ച് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പൂജയൊക്കെ ചെയ്ത് പിന്നെ ഈ ദോഷങ്ങളൊക്കെ മാറ്റുന്ന സമയത്താണെങ്കിൽ അവിടെ ഇങ്ങനെ ആളുകളുടെ ദേഹത്ത് പിന്നെ ബാധ കൂടി പിന്നെ തുള്ളൽ പോലത്തെ കാര്യങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന കാര്യങ്ങളൊക്കെ അതൊന്നും ഉണ്ടാകാറില്ല പൂജയിൽ. പൂജയിൽ വെറുതെ നമ്മൾ ഒരു മൂർത്തിയെ സങ്കല്പിച്ച് ആവാഹിച്ച് പൂജ നടത്തി നിവേദ്യം കൊടുത്തിട്ട് അവർ പറഞ്ഞയക്കുന്നു. മന്ത്രവാദത്തിലാണെങ്കിൽ ഒരു ബോധ്യപ്പെടുത്തലാണ് ഈ കവളമാർഗത്തിലുള്ളത്. നിങ്ങൾക്ക് എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നത്തിനെ ഞങ്ങൾ ഇത്രയും ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്തിട്ട് മാറ്റുകയാണ് എന്നുള്ള രീതിയിൽ മന്ത്രവാദം. ശരിക്കും അതിന്റെ സത്യം അതെ, പ്രകടനപരതയാണ് മന്ത്രവാദത്തിൽ കൂടുതൽ. അതും സൈക്കോളജി വെച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു ഇതാണ്. അതായത് ഒരു പ്രശ്നമില്ലാത്ത ഒരാളെ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഒരു വൈറ്റമിൻ ഗുളിക കൊടുത്താലും ആളുടെ രോഗം മാറി എന്നുള്ളൊരു തോന്നൽ വരുത്തിക്കുക. ഓക്കെ. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ മന്ത്രവാദത്തില് നമ്മളിപ്പം യക്ഷിയെ ഒഴിപ്പിക്കുക അല്ലെങ്കിൽ പിന്നെന്തായിരുന്നു അതുപോലെ ഇപ്പൊ നരബലിയൊക്കെ ഒരു മന്ത്രവാദത്തിന്റെ ഭാഗമാണല്ലോ ബേസിക്കലി. അപ്പൊ അതിലൊക്കെ അവര് പറയുന്ന ഒരു റീസൺ അല്ലെങ്കിൽ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തത് വഴി ഇങ്ങനെ എന്തൊക്കെയോ ഇപ്പം പ്രേതത്തെ ഒഴിപ്പിക്കുന്നാണെങ്കിൽ ഒരു ബാധ അതിന്ന് ഇപ്പൊ സാറ് തന്നെ പറഞ്ഞ പോലെ ബാധ ഒഴിപ്പിക്കും. അപ്പൊ ആക്ച്വലി അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാണോ അതോ ശരിക്കും അങ്ങനെ എന്തെങ്കിലും അവിടെ സംഭവിക്കുന്നുണ്ടോ? ശരിക്കും ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു മാജിക്കൽ ചേഞ്ചസ് ആണ് അവിടെ വരുന്നത്. ഒരു അന്തരീക്ഷം, അങ്ങനെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് തന്നെ തോന്നും. ഞാൻ മന്ത്രവാദം ചെയ്തിട്ടില്ല, പക്ഷെ അതിനെപ്പറ്റി കുറെ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടൊക്കെ ഉണ്ട്. അതാണ് അതിലും പിന്നെ ഈ മന്ത്രവാദത്തിൽ കൂടുതലും ഈ ചാറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ചാറ്റ് പാട്ടെന്ന് പറയും. അത് ആ പാട്ട് പാടിയൊക്കെ ബാധയെ ആവാഹിച്ച് വരുത്തിയിട്ട് അത് ഈ പറഞ്ഞ ആളിൻ്റെ ദേഹത്ത് കയറി അയാൾ ഉറഞ്ഞു തുള്ളി പിന്നീട് ഇവർ സത്യം ചെയ്ത് ഒഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെയാണ്. അതൊക്കെ ഒരു ഹിപ്നോട്ടിസം പോലത്തേക്കുള്ള കാര്യങ്ങളാണ്. ഈ പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾ ഇയാൾ ഒരുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ മനസ്സതിലോട്ട് പോയിട്ട് ശരിക്കും അത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരണമെന്നുണ്ടെങ്കിൽ മറ്റേ മണിച്ചിത്രത്താഴ് സിനിമയിൽ കാണിക്കുന്ന ആ രീതി അതാണ്. അവസാനം മറ്റേ നാഗവലി വരുന്നു എന്നൊക്കെയുള്ള അത് മനഃശാസ്ത്രപരമായിട്ട് അങ്ങനെ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അത് ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അങ്ങനെ രീതിയാണ് മന്ത്രവാദത്തിൽ കൂടുതലായിട്ടുള്ളത്. ഈ മന്ത്രവാദം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ കൂടുതലും വിചാരിക്കുന്ന ഈ ആഭിചാര കർമ്മങ്ങളൊക്കെ. ആഭിചാരം എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരെ ദോഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ആർക്കും എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്യാനൊന്നും പറ്റും, ഒരു മാറ്റാനൊന്നും വരുത്താൻ പറ്റില്ല. പക്ഷെ വിശ്വസിപ്പിക്കാൻ പറ്റും. അതായത് ഈ ചെയ്യുന്ന ആളുണ്ടല്ലോ, ചെയ്യിപ്പിക്കുന്ന ആൾ, എനിക്കൊരു ശത്രുവുണ്ട്, അയാൾക്ക് ദോഷം വരുത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രവാദിയെ സമീപിക്കുന്നു. അപ്പോൾ അയാളാണെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുണ്ട് അവിടെ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയും. പക്ഷെ അത് ഈ ആരെ ഉദ്ദേശിച്ചാണോ ചെയ്യുന്നത് അയാൾ ഇത് കാണുന്നതിന് മാത്രമേ അയാൾക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. ഉദാഹരണം എന്തെങ്കിലും കൊണ്ട് വീട്ടിന് അവിടെ കൊണ്ടിട്ടിരിക്കുന്നു, നാരങ്ങ കൊണ്ടിട്ടിരിക്കുന്നു, അത് അയാൾ കണ്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു പ്രശ്നമില്ല. ഇത് കാണുമ്പോൾ ഇയാളുടെ മനസ്സിന് പേടി വരും, ആരോ എന്തോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അപ്പോൾ പിന്നീട് തൊട്ട് അയാൾക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഈ മനസ്സിന്റെ ഒരു കോൺസെൻട്രേഷനൊക്കെ പോകും. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാണുന്നെല്ലാം മഞ്ഞ എന്ന് പറഞ്ഞ പോലത്തെ പേടി കൃത്രിമമായിട്ട് ഒരു പേടി ഉണ്ടാക്കിയിട്ട് അയാൾ പിന്നെ ഇത് ഒഴിപ്പിക്കാനായിട്ട് പിന്നെ അടുത്ത് വേറെ ആളിങ്ങനെ പോകുന്നു. എന്ന് വെച്ചാൽ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സാണ്. ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്കൊരു നാരങ്ങ ചോദിച്ചു കൊടുത്ത് ഒരാൾക്ക് വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടിട്ടെന്ന് വെച്ചിട്ട് അയാളൊന്നും നഷ്ടപ്പെട്ടു പോകുന്നുമില്ല. പക്ഷെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പേടിപ്പിക്കലാണ് അല്ലാതെ ഇതിൽ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പേടിയാണ്, ഇതെല്ലാം മനഃശാസ്ത്രപരമായിട്ട് ഒരാൾക്ക് പേടി, മറ്റേയാൾക്ക് സമാധാനം. ഞാൻ അയാളെ നശിപ്പിക്കാൻ ശ്രമിച്ചു, അത് ശരിയായി എന്നുള്ള സമാധാനം അയാൾക്ക്. ഇയാളാണെങ്കിൽ കാണുമ്പോൾ പേടിക്കുന്നു. അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് നാരങ്ങ അവിടെ കിടന്ന് അഴുകിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ വിത്ത് പൊളിച്ച് വന്നിട്ട് അടി വേറെ പുതിയ നാരങ്ങ ഉണ്ടാകുന്നല്ലാതെ വേറെ ദോഷമൊന്നും വരാൻ സാധ്യതയൊന്നുമില്ല. ശരി, ഇപ്പൊ സാർ പറഞ്ഞു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം നമ്മൾ ഒരു മനുഷ്യൻ അതിപ്പം ഒരു സംഭവം ഉണ്ടാകും, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തൊരു സംഭവം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഇത് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ജ്യോതിഷനെ പോയി കാണുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജ്യോതിഷം എന്നല്ല, ജ്യോതിഷ ശാസ്ത്രം എന്നാണ്, സയന്റിഫിക് ആയിട്ടാണ് അതിനെ പറയുന്നത്. ശരിക്കും എന്താണ് ഈ ജ്യോതിഷ ശാസ്ത്രം? സയന്റിഫിക് ആണോ അല്ലെങ്കിൽ ശാസ്ത്രപരമായിട്ട് അതിനെങ്ങനെയാണ്? ജ്യോതിഷത്തിന്റെ അതിന്റെ അടിസ്ഥാനമായ ഗണിതങ്ങളൊക്കെ സയന്റിഫിക് ആണ്. കാരണം അതിന്റെ നമ്മൾ ഗ്രഹത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത്, നമ്മൾ ഇതുപോലെ തന്നെ ഈ വേലിയേറ്റം വേലിയിറക്കം പോലത്തെ കാര്യങ്ങൾ, പഞ്ചാംഗം ഗണിക്കുന്നത്, ഇപ്പോൾ 2026 ജൂൺ മാസം 3-ാം തീയതി വ്യാഴം പിന്നെ മിഥുന രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലോട്ട് മാറും എന്ന് കൃത്യമായിട്ട് ഗണിക്കാനുള്ള ഒരു മാർഗ്ഗങ്ങളൊക്കെ ഈ ജ്യോതിഷത്തിലുണ്ട്. അസ്ട്രോണമിയിൽ ഉള്ളതുപോലെ തന്നെ അസ്ട്രോണമി എന്ന് പറഞ്ഞ ശാസ്ത്ര വിഭാഗം വരുന്നതിന് മുമ്പ് തന്നെ ഈ നമ്മൾ ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ ഇതിനുള്ള മാർഗ്ഗങ്ങളും കാൽക്കുലേഷനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതുവരെ അത് സയന്റിഫിക് ആണ്. പക്ഷെ ഇതിനെ വേറൊരു കാര്യം ചോദിച്ചാൽ ഇതിനെ നമ്മളെ മനുഷ്യരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെ ബാധിക്കുന്നത് പോലെ ഗ്രഹങ്ങളുടെ ഈ രശ്മികളും അവരുടെ മാറ്റത്തിൽ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം നമുക്ക് എല്ലാവരെയും ബാധിക്കും. പക്ഷെ അത് ഫലഭാഗത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതൊരു മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. കാരണം അവരൊരു ബിസിനസ് മൈൻഡ് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് അവരെ പൈസ തട്ടിയെടുക്കാനുള്ള ചില ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ശാസ്ത്രീയ അടിത്തറയിൽ നിന്നുകൊണ്ട് അശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്ത് ജ്യോതിഷത്തിന് വിശ്വാസം കളയാണ് ചെയ്യുന്നത്. ശരിക്കും എന്ന് വെച്ചാൽ നമുക്കൊരു ദോഷം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭാഗ്യക്കേടാണ്. അഷ്ടമത്തിൽ വ്യാഴം മാത്രമല്ല, ദ്വാദശാഷ്ടമ ജന്മസ്ഥെ ശനി അർക്ക അങ്കാരകോ ഗുരു കുറുവന്തി പ്രാണഭീതി സ്ഥാനനാശ ദനക്ഷം എന്ന് പറയും. അതായത് നമ്മൾ വ്യാഴം, ചൊവ്വ, ആദിത്യൻ, അങ്കാരകം എന്ന് വെച്ചാൽ ചൊവ്വയാണ്, ആദിത്യൻ, ശനി, വ്യാഴം, ഈ 4 ഗ്രഹങ്ങൾ അഷ്ടരാശിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. മനപ്രയാസം ഉണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും, ഇങ്ങനെ കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്ന പിന്നെ നല്ല കാര്യങ്ങൾക്ക് ഒരു കുറവ് വരും എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ വ്യാഴം ആ ഭാഗത്ത് നിന്ന് മാറിയാലേ പറ്റുള്ളൂ. വ്യാഴം അടുത്ത് 9 പോകണം. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ അഷ്ടമ വ്യാഴത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നവഗ്രഹ പൂജ ചെയ്യണം, അല്ലെങ്കിൽ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തണം എന്നൊക്കെ പറയും. അതുകൊണ്ട് ചില ആളുകൾക്ക് അത് ഫലിക്കാറുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മം ചെയ്യുന്ന ആളുകൾ, ദോഷമുള്ള ആൾ പോയിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വ്യാഴാഴ്ച മഞ്ഞ പട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നു. അയാൾക്കൊരു മനസ്സിലൊരു സമാധാനം, ദൈവം നമ്മളെ രക്ഷിക്കും. അത് മനഃശാസ്ത്രമായ കാര്യങ്ങളാണിത്. ജ്യോതിഷം ശരിക്കും പറഞ്ഞ ശാസ്ത്രമാണ്. അതിൻ്റെ ഗണിത ഭാഗം ശാസ്ത്രമാണ്, ഫലഭാഗവും ശാസ്ത്രമാണ്. പക്ഷെ പരിഹാര ഭാഗമാണ് കുറച്ച് അത് ഒരു അമാനുഷികമായ തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. പരിഹാരം എന്ന് പറയുമ്പോൾ അത് ഫലിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റേ ആൾക്ക് മാനസികമായി ഉണ്ടാകുന്ന ഒരു മാറ്റത്തിലാണ്. അല്ലാതെ ഗ്രഹങ്ങൾ അഷ്ടമം നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നവഗ്രഹത്തിന് പൂജ ചെയ്യുമ്പോഴത്തേക്ക് ഗ്രഹം ദോഷം ചെയ്യാതിരിക്കില്ല. അതിന്റെ പൊസിഷൻ അനുസരിച്ചുള്ള ദോഷങ്ങൾ എന്തെങ്കിലും എല്ലാവർക്കും ശരിക്കും മനഃശാന്തിയാണ്, മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് കിട്ടുന്നത്. ഇപ്പോൾ ഇതുമായിട്ട് പറഞ്ഞ കൂട്ടത്തിൽ വരുന്നതാണ് പ്രവചനങ്ങൾ, അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലായിരുന്നു മുൻപ് പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഇപ്പോൾ പല പ്രവചനങ്ങൾ അത് സത്യമാകാറുണ്ട്, ചിലത് ഫ്ലോപ്പ് ആയി പോകാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ശരിക്കും സത്യമാകുന്നത്? അതായത് മറ്റേ ചക്ക വീണു മുയല് ചത്തു എന്നുള്ളതാണോ, അതോ ശരിക്കും അതിനും ഒരു കണക്ക്? ശരിക്കുള്ള കണക്കുണ്ട്.
നമുക്ക് ഈ പ്രകൃതിക്ഷോഭം, അതുപോലെ തന്നെ ഈ പകർച്ചവ്യാധികൾ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, അതുപോലെ തന്നെ പിന്നെ ഈ നമുക്ക് വരൾച്ച, അതായത് പ്രകൃതിക്ഷോഭങ്ങൾ, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ജ്യോതിഷത്തിൻ്റെ ആ കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റും. അങ്ങനെ 2019 COVID-19 അത് വന്നപ്പോഴത്തേക്ക് അന്ന് വസുന്ധര യോഗം എന്നൊരു ദോഷമുള്ള സമയമായിരുന്നു. വസുന്ധര യോഗം അപ്പോഴത്തേക്ക് എല്ലാ പഞ്ചാംഗങ്ങളും, മലയാളത്തിലെ പ്രമുഖമായിട്ടുള്ള എല്ലാ പഞ്ചാംഗങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു വലിയതായിട്ടുള്ള പകർച്ചവ്യാധികൾ വരാൻ പോകുന്നു എന്നുള്ള കാര്യം. അത് അങ്ങനെ എഴുതിയിട്ടുള്ള പഞ്ചാംഗം 2-3 എൻ്റെ കയ്യിലുണ്ട്. അതെ, അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമുക്കതിനെ റീഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കൈകാര്യം ചെയ്താൽ അത് സത്യമായിട്ട് വരും. അതുകൊണ്ട് ജ്യോതിഷത്തിൽ മെഡിക്കൽ ആസ്ട്രോളജി നമുക്ക് പിന്നെ ഓരോ ജ്യോതിഷത്തിൻ്റെ ഈ രാശികൾ വെച്ചിട്ട് നമ്മൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ചിന്തിക്കും. അപ്പം അങ്ങനെ ഈ ചാരവശാൽ ഈ പാപഗ്രഹങ്ങളൊക്കെ ഈ ഏതെങ്കിലും രാശിയുടെ ആ ഭാഗങ്ങൾ വരുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് ഇന്ന അസുഖം വരുമെന്ന് നമുക്ക് നല്ല വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിക്ക് പറയാൻ പറ്റും. 5ാമത്തെ രാശിയിലെ പ്രാണനും പുത്രനും രാജാംഗം വയറും പഞ്ചമേചിന്ത 5ാം ഭാഗം കൊണ്ട് നമ്മൾ മൊത്തം ശരീരത്തിൻ്റെ പിന്നെ ആരോഗ്യം, അതുപോലെ തന്നെ വയറ്, രാജാംഗം തല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ സന്താനങ്ങൾ ചിന്തിക്കുന്നത് 5ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ ഈ ജാതകത്തിൽ ഒരാളുടെ ജാതകത്തിൽ 5ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു, 5ൽ ഗുളികൻ നിൽക്കുന്നു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സന്താനത്തിന് കാലതാമസം ഉണ്ടാകുമെന്നോ സന്താനങ്ങൾ ജനിക്കാതിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 5ാമത്തെ രാശി വരുമ്പോഴത്തേക്ക് രാഹു പോലത്തെ കാര്യങ്ങൾ, അതിൻ്റെ ദുസ്ഥാനം എന്ന് പറയും, ദുസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് ഏത് ശരീരഭാഗത്താണോ നിൽക്കുന്നത് ആ സമയത്ത് ആ ശരീരഭാഗത്തിന് അസുഖം ഉണ്ടെന്ന് പറയാൻ പറ്റും. അതൊക്കെ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് അത് പറ്റും. ഇപ്പോൾ ഈ പ്രവചനങ്ങളുടെ പറഞ്ഞോട് ഇപ്പം നമ്മൾ ഈ പ്രകൃതിയുടെ കലാമിറ്റീസ് ഒക്കെ പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം ശാസ്ത്രീയപരമായിട്ട്. ഈ വ്യക്തികളുടെ കാര്യങ്ങൾ പറയല്ലോ, ഇപ്പം ഇത്ര വയസ്സിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ ഇത്ര വയസ്സിൽ ഇങ്ങനെ ആവും, മരണപ്പെടും, ഇങ്ങനെ പറ്റും, അതെങ്ങനെയാ? അത് ജനിച്ച സമയം വെച്ചിട്ട് പറയുന്നതാണ്. അതായത് ശാസ്ത്രീയമാണ്. അത് ശാസ്ത്രീയം, അത് ആ കാൽക്കുലേഷൻ ശാസ്ത്രീയമാണ്. ഓക്കെ, നമുക്ക് ഇത് ഒരു 12 രാശികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. 12 രാശി, ഓരോ രാശിയിലും 2.25 നക്ഷത്രങ്ങൾ വീതം 27 നക്ഷത്രങ്ങൾ. നക്ഷത്രം അശ്വതി എന്ന് വെച്ചാൽ ഒറ്റ നക്ഷത്രമല്ല, അത് ഒരു നക്ഷത്രക്കൂട്ടമാണ്. ഒരു കുറേ നക്ഷത്രങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ അതിപ്പോൾ നമ്മളിപ്പോൾ മാസത്തിൽ മേടൻ ലഗ്നത്തിൽ ജനിക്കുന്ന ഒരാളിന് മേടൻ രാശിയാണ് 1ാം ഭാവം. അപ്പോൾ അതിൻ്റെ 2ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ധനഭാവം, ധനം, അർത്ഥം, കുടുംബവും വാക്കും വലത്തേക്കൻ്റെ വിദ്യയും തിന്നണി ചിന്തി. 2ാമത്തെ രാശി നമ്മളെ കുടുംബം, അയാളുടെ അവൻ്റെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും, അയാൾ പറയുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കും, അയാളുടെ ധനം എങ്ങനെയായിരിക്കും, അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. 3ാമത്തെ ഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് അത് സഹോദരങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും. സഹോദരൻ ജനിക്കുമോ, സഹോദരന്മാരുണ്ടായി അവർ തമ്മിൽ ഐക്യത്തിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ സഹോദരന്മാരിൽ നിന്ന് എന്തെങ്കിലും ദോഷങ്ങൾ ഇയാൾക്കുണ്ടോ, പിന്നെ ഇയാളുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും, അതൊക്കെ 3ാമത്തെ ഭാവം കൊണ്ട് പറയാൻ പറ്റും. അതുപോലെ 4ാമത്തെ രാശി കൊണ്ടിട്ട് പിന്നെ മാതാ, സുഹൃത്ത്, മാതുല ഭാഗിനിയോ, ക്ഷേത്രം, സുഖം, വാഹനം, ആസനഞ്ച, ലാളിത്യമമ്പ, ശരഞ്ച, വൃത്തി, പശുവാദികം, ജന്മഗൃഹം ചേർത്താൽ 4ാം അമ്മയെ പറയാൻ പറ്റും, അമ്മാവനെ പറയാൻ പറ്റും, നമ്മൾ താമസിക്കുന്ന ഗൃഹം, സഞ്ചരിക്കുന്ന വാഹനം, ആരാധിക്കുന്ന ദേവത, പരദേവത, അതൊക്കെ നമുക്ക് 4ാമത്തെ രാശി കൊണ്ട് പറയാൻ പറ്റും. അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയും ആ ഗ്രഹങ്ങൾ ചാരവശാൽ സഞ്ചരിക്കുന്ന രാശി എപ്പോൾ എവിടെയാണോ സഞ്ചരിക്കുന്നത് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റുന്നത്. അതും സത്യമാണ്. സത്യം എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് റീഡ് ചെയ്യാൻ അറിയാവുന്നതായിരിക്കണം. അല്ലാതെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കണ്ണുപൊട്ടം മാങ്ങ എറിഞ്ഞതുപോലെ എങ്ങനെ എറിഞ്ഞ എന്തെങ്കിലുമൊക്കെ വീഴും. അതെ, ശരിയാ. ഇപ്പോൾ ഈ രാശിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം നമ്മൾ ഒരു നാളിന് തന്നെ 2 കൂറുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എൻ്റെ നാള് പുണർതാണ്, എനിക്ക് എൻ്റെ മിഥുനവും വരുന്നുണ്ട്, കർക്കിടകം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തില് എല്ലാ നാളുകൾക്കും ഇങ്ങനെ 2 തരത്തിലുള്ള കൂറുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, ഉണ്ടായാലുള്ള ഗുണദോഷം? ഇല്ല, അങ്ങനെ എല്ലാ നക്ഷത്രങ്ങൾക്കും 2 കൂറൊന്നും വരില്ല. അശ്വതിക്കും ഭരണിക്കും മേടമാണ് ഒരു കൂറ്, ഒറ്റ കൂറ. പക്ഷെ അത് കഴിഞ്ഞിട്ട് കാർത്തിക വരുമ്പോഴത്തേക്ക് 1/4 മേടക്കൂറും പിന്നെ 3/4 ഇടവക്കൂറും വരും. അതായത് ഒരു രാശി എന്ന് പറഞ്ഞാൽ പിന്നെ 30 ഡിഗ്രിയാണ്. അതായത് 2.25 നക്ഷത്രങ്ങളാണ്. രാശി ചക്രം മൊത്തം 360 ഡിഗ്രിയാണ്. നമ്മുടെ വൃത്തത്തിൻ്റെ 360 ഡിഗ്രി എന്ന് പറയും. അതിൽ ഓരോ ഭാവം വരയ്ക്കുമ്പോഴും ഒരു രാശി 30 ഡിഗ്രിയാണ്. ആ 30 ഡിഗ്രിയിൽ 13 ഡിഗ്രി 20 മിനിറ്റ് വെച്ചിട്ടുള്ള 2.25 നക്ഷത്രങ്ങൾ ചേരുമ്പോഴാണ് ഒരു രാശി വരുന്നത്. അപ്പോൾ മേടൻ രാശിയുടെ ആദ്യം തൊട്ട് 13 ഡിഗ്രി 20 മിനിറ്റ് അശ്വതി നക്ഷത്രം വരും. അത് കഴിഞ്ഞ് അതുതൊട്ട് 26 ഡിഗ്രി 40 മിനിറ്റ് വരെ ഭരണി വരും. ബാക്കിയുള്ള സമയം 1/4 വരുന്നത് കാർത്തിക. ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് 2 നക്ഷത്രങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ പുണർ നക്ഷത്രം 3/4 പിന്നെ മിഥുനക്കൂറാണ്, 1/4 കർക്കിടകത്തിലുമാണ്. അതാണ് വെച്ചാണ് കൂറ് കണക്കാക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടുള്ള ഗുണദോഷം അങ്ങനത്തെ എന്തെങ്കിലും ഗുണദോഷങ്ങൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഒരാൾ ജനിച്ച സമയത്തെ രാശി കണക്കാക്കി അതിന് ലഗ്നം എന്ന് പറയും, സമയം. അതുപോലെ തന്നെ നമ്മളെ ഈ ജാതകത്തിലെ നമ്മളെ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രവചനത്തിന്റെ ഈ കൂറും പ്രധാനമാണ്. അത് ജന്മരാശി എന്ന് പറയും. ചന്ദ്രനെ ആസ്ഥാനമാക്കി കൂറും ജനിച്ച സമയം അനുസരിച്ച് ലഗ്നവും. അപ്പോൾ ഇത് രണ്ടും പ്രവചനത്തിന് വളരെയധികം സഹായിക്കും. ഇപ്പം ചന്ദ്രൻ നിന്ന രാശിയുടെ
4, 7, 10 രാശികളിൽ ശനി വരുമ്പോഴാണ് നമ്മൾ പിന്നെ കണ്ടകശനി എന്ന് പറയുന്നത്. അതെ അതെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ 12 ശനി വരുമ്പോൾ തൊട്ട് 7 ശനി തുടങ്ങും. ചന്ദ്രൻ നിൽക്കുന്ന രാശി വരുമ്പോൾ ജന്മശനിയാവും. നിൽക്കുന്ന 2ാമത്തെ രാശി ആകുമ്പോൾ 7 ശനി അവസാനത്തെ ഭാഗമാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു കണക്കാക്കാൻ വേണ്ടിയിട്ട് കാലഗണനയാണെന്ന് പറയും. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കാലഘടനയാണ്, ഒരു കാലം ഗണിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നല്ല അതിൽ വൈദഗ്ധ്യമുള്ള ഒരാൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പ്രാക്ടീസ് ആയിട്ട് പറ്റും. നമ്മൾ അടിസ്ഥാനമായ തത്വങ്ങൾ പഠിക്കുന്നതിൽ കൂടുതൽ തന്നെ നമുക്ക് ഗുരുക്കന്മാരെ നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ തരും. കണ്ടു പഠിക്കണം, കേട്ടു പഠിക്കണം എന്നൊക്കെയാണ്. അതുകൊണ്ട് നല്ല സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടും കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ജ്യോതിഷം സത്യമാണ്. ഒരു 90% സത്യം, 100% സത്യമായിട്ട് പറയുന്ന ആളുകളുണ്ട്. എങ്കിലും നമുക്ക് ഒരു 10% ഊഹാഭാവത്തിന് വിട്ടുകൊടുത്താലും കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ 100% ശരിയാണ്. ശാസ്ത്രമാണ്. പക്ഷേ ഇപ്പൊ അശാസ്ത്രീയമാക്കി മാറ്റിയത് ഈ ഇടക്കാലത്തെന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷത്തിന് ഇപ്പുറത്തേക്കാണ്. കുറെ ആളുകൾക്ക് വിശ്വാസമുണ്ട്, കുറെ ആളുകൾക്ക് വിശ്വാസമില്ല. അപ്പം കുറച്ച് അപവാദ പ്രചാരണങ്ങളിന്റെ ഭാഗമായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണം ഈ ചൊവ്വാദോഷം. 7, 8 ചൊവ്വ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് മരിക്കും അല്ലെങ്കിൽ ഭാര്യ മരിക്കും എന്നൊക്കെ പറയും. അതായത് അങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ കല്യാണമൊക്കെ ഇങ്ങനെ മുടങ്ങിപ്പോയിട്ടുണ്ട്. കാരണം 7ാമത്തെ രാശി ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് വൈദവ്യ ദോഷമാണ്. 8 നിന്നായ വൈദവ്യ ദോഷം, ദാമ്പത്യ വൈകല്യം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചൊവ്വ 8 നിന്നാൽ 7 8 നിന്നാൽ മാത്രം അങ്ങനെ ദോഷമൊന്നും സംഭവിക്കില്ല. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ 9 ഒരു ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. അതിനും ഒരു പ്രമാണം ജ്യോതിഷത്തിലൊക്കെ വളരെ പ്രസിദ്ധമായൊരു പ്രമാണമുണ്ട്. പക്ഷെ അതാരും നോക്കൂല. അവർ ഇങ്ങനെ എണ്ണി നോക്കിയിട്ട് 7ാമത്തെ കോളത്തിൽ ചൊവ്വ, 8ാമത്തെ കോളത്തിൽ ചൊവ്വ ദോഷമുണ്ട്, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ദോഷമാണ്, ഈ ജാതകങ്ങൾ ചേരില്ലെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. പക്ഷെ ഇങ്ങനെയുള്ള ജാതകത്തിൽ 9 വ്യാഴമോ ശുക്രനോ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നവമേ ശുഭ സംയുക്തേ പാവേ അസ്തേ അഷ്ടമേ പതിപുത്ര ഇതേ നാരി മോദനത്ത സംശയ. 7 8 ചൊവ്വ ഉണ്ടെങ്കിലും 9 ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീ ഭർത്താവിനോടും പുത്രന്മാരോടും കൂടി ദീർഘകാലം ജീവിക്കും. അത് നേരത്തെ പറഞ്ഞ ആ പ്രമാണത്തിന്റെ അടിയിൽ എഴുതിച്ചിട്ടുള്ളതാണ്. പക്ഷേ റിസ്ക് എടുക്കാൻ പോയി ആളുകൾക്ക്. ചിലപ്പോൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും മരിച്ചു പോയാലോ, മരിക്കാതിരിക്കില്ല ആളുകൾ, ജനിച്ചാലും മരിക്കും. അതെ, അപ്പൊ ജ്യോതിഷന് ഒരു ഉദാഹരണം അത് കൃത്യമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ ചൊവ്വ മാത്രമല്ല ദോഷമായിട്ടുള്ളത്. നമ്മൾ അതിന്റെ പ്രമാണത്തിൽ പറയുന്നതനുസരിച്ച് ചൊവ്വ ദോഷക്കാരനാണ്, ശനി ദോഷക്കാരനാണ്, ആദിത്യൻ ദോഷമാണ്, പിന്നെ അതുപോലെ തന്നെ സർപ്പനൊക്കെ ദോഷമാണ്. ധനേ വേയച്ച പാതാളെ ജാമിത്രേ അഷ്ടമേ കുജേ സ്ത്രീനാം പത്ര വിനാശായ പുംസാം ശ്രീ വിനശതി എന്നാണ് പറഞ്ഞത്. അതായത് ഈ 2, 4, 7, 8 ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീക്ക് മാത്രമല്ല, സ്ത്രീയുടെ ഭർത്താവ് മരിക്കുന്നത് മാത്രമല്ല, പുരുഷനും ദോഷമാണ്. പക്ഷെ പുരുഷന് 7, 8 ചൊവ്വ എന്ന് വെച്ചാൽ ആളുകൾ കണ്ടിട്ട് കളയും. സ്ത്രീക്ക് മാത്രം പ്രാധാന്യം കൊടുക്കും, പ്രശ്നം കൊടുക്കും. അതിനും കാരണം എന്ന് വെച്ചാൽ സ്ത്രീ പണ്ടത്തെ കാലത്തെ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ വിവാഹം നടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് സ്ത്രീക്ക് എപ്പോഴും പിന്നെ ദീർഘസുമംഗലി ആയിരിക്കാനുള്ള കാര്യമേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് 7 ചൊവ്വ ഉണ്ടെങ്കിൽ, 8 ചൊവ്വ ഉണ്ടെങ്കിൽ, 7 ചൊവ്വ ഉണ്ടെങ്കിലും പുരുഷ ജാതകത്തിൽ 7 ചൊവ്വ ഉണ്ടെങ്കിൽ ആ ദോഷം ബാധിക്കില്ലെന്ന ഒരു സങ്കല്പത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഈ ദോഷങ്ങളായാലും ഇപ്പൊ നമ്മളിപ്പം പുരുഷൻ അല്ലെങ്കിൽ ഇത് വൈവാഹിക ഒരു രീതിയിലോട്ട് വരുമ്പം ഇപ്പൊ നമ്മൾ അത് പൊരുത്തായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ, ഇപ്പൊ പൊരുത്തത്തിന്റെ കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ സാറിനോട് ചോദിക്കാനാണ്. അപ്പൊ അതിനു മുന്നേ ഇപ്പൊ നമ്മളൊരു ജ്യോതിഷന്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് വരുമ്പോൾ ചെയ്യുന്നൊരു എന്താ വെച്ചാൽ നമ്മളൊരു പലക എടുക്കുന്നു, അല്ലെങ്കിൽ അതിൽ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, കുറെ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ അതായത് കവട നിരത്തൽ ബേസിക്കലി എന്താണ് നമ്മൾ നോക്കുമ്പോൾ ഇത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമുക്കിത് എന്താന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ബേസിക്കലി എന്താണ് ഈ കവടി നിരത്തൽ, അതിനാണ് ഇത് കണ്ടുപിടിക്കുന്നത്? കവടി നിരത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അന്നത്തെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നവുമായി വന്നിരിക്കുന്ന ആളിന് എന്താണ് പ്രശ്നം എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഒരു പാരാമീറ്റർ വേണം, നമുക്കൊരു അടയാളം വേണം, എവിടെന്നെങ്കിലും തുടങ്ങണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം, എവിടെ നിന്ന് തുടങ്ങണമെന്ന് സ്ഥലം കണ്ടുപിടിക്കണം. ഉദാഹരണമായിട്ട് ആരൂഢ രാശി എന്ന് പറയുന്നത്, നമ്മൾ കവടി നിരത്തിയിട്ട് കിട്ടുന്ന രാശിയിൽ ആരൂഢ രാശി എന്ന് പറയും. സാധാരണ 108 കവടിയാണ് ഉപയോഗിക്കുന്നത്. 108 കവടിയാണ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ മറ്റേ മൂർത്തിത്തെ പരികൽപ്പിത ശശപുർദോ പത്മാപുനജന്മ എന്ന് പറഞ്ഞ പ്രാർത്ഥനാ മന്ത്രം പറഞ്ഞ് നമ്മൾ തകടി എഴുതുമ്പോൾ അതിൽ 108 കവടിയുണ്ട്. 108 കവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 27 നക്ഷത്രങ്ങളാണ്. 27 × 4 ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളുണ്ട്. ഒരു നക്ഷത്രത്തിന് 1-ാം പാദം, 2-ാം പാദം, 3. നേരത്തെ പറഞ്ഞതുപോലെ പുണർന്ന നക്ഷത്രം 3 പാദങ്ങൾ മിഥുനക്കൂറിലാണ്, 1, 2, 3 പാദങ്ങൾ മിഥുനക്കൂറിലാണ്. കർക്കിടകക്കൂറിൽ അവസാനത്തെ പാദം കൂടി. ഒരു നക്ഷത്രത്തിൽ 4 പാദം വെച്ച് 27 നക്ഷത്രങ്ങൾക്കും കൂടി 108 പാദമുണ്ട്. ആ 108 പാദത്തിന് കണക്ക് വെച്ചിട്ടാണ് ഈ കവടി നടത്തുന്നത്. അപ്പം നമ്മളാണെങ്കിൽ കവടി നിരത്തിയിട്ട് ഇപ്പം നമ്മൾ കവടി നിരക്കി എടുത്തപ്പോഴത്തേക്ക് ഒരു കുറേ കയ്യിൽ കിട്ടി, ഒരു 10 അല്ലെങ്കിൽ 18 കവടി കൈ കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതിനെ 4 വെച്ച് എണ്ണി മാറ്റും. 4 വെച്ച് എണ്ണി മാറ്റുന്നത് പിന്നെ മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അപ്പോൾ 4 രാശി പോയി. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, അങ്ങനെ 4 വെച്ച് മാറ്റി വരുമ്പോൾ 12 രാശിയും വരും. അവസാനം ശിഷ്ടം വരും. ചിലപ്പോൾ 2 കവടി മിച്ചം പറഞ്ഞെങ്കിൽ നമ്മൾ വീണ്ടും
മേടം ഇടവം വെച്ചാണെങ്കിൽ ഇടവൻ രാശിയായിട്ട് കണക്കാക്കും. അപ്പോൾ അന്ന് വന്ന ആളിൻ്റെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഈ ഇടവൻ രാശി പ്രധാനമാക്കി വേണം നോക്കാൻ. പക്ഷേ ഇത് മാത്രം നോക്കിയാൽ പോരാ. കാരണം അന്ന് അയാൾ വന്ന സമയത്ത് ഏത് രാശിയാണ് ഉദിച്ചിരിക്കണം തോന്നും. അതിന് ഉദയരാശി എന്ന് പറയും. അപ്പോൾ ഉദയരാശിയും ആരൂഢ രാശിയും കണ്ടെത്തിയാൽ മാത്രമേ വന്നിരിക്കുന്ന ആളിൻ്റെ പ്രശ്നം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ആരൂഢം തളക്കുക എന്നൊരു ഇതുണ്ട്. ആരൂഢസ്യ ധനം വ്യയം ഷഷ്ടമഷ്ടമം ഉദയം വന്നാൽ ആരൂഢം മറിഞ്ഞിടും, രോഗമാണെങ്കിൽ മാറൂല, ബാധയാണെങ്കിൽ ഒഴിയില്ല, ഒരു കാര്യം നടക്കില്ലെന്ന് പറയും. ആരൂഢം മറയുക എന്ന് പറയും സാധാരണയിൽ. അതായത് നമുക്ക് കിട്ടിയ ഉദയരാശി എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ദിവസവും ആദ്യം ഉദിക്കുന്ന ആ ദിവസത്തെ ആ മാസത്തെ രാശിയായിരിക്കും. മേടം രാശിയാണെങ്കിൽ ആദ്യത്തെ ഏകദേശം 2 നാഴികയൊക്കെ മേടം രാശിയായിരിക്കും. സൂര്യോദയം ദിവസം പോകുന്നതനുസരിച്ച് കുറഞ്ഞു വരും. എങ്കിലും ആ രാശി വെച്ച് കണക്കാക്കി വരുമ്പോഴത്തേക്ക് അതിൻ്റെ 12ാമത്തെ രാശിയിലോ 2ാമത്തെ രാശിയിലോ 6ാമത്തെ രാശിയിലോ 8ാമത്തെ രാശിയിലോ നമുക്ക് കബഡിയിൽ കിട്ടുന്ന രാശി വന്നു കഴിഞ്ഞാൽ അത് ആരോടും തടുത്തെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇയാൾ വിചാരിച്ചു വന്ന കാര്യം എന്തായാലും അത് നടക്കൂല എന്നാണ് പറയേണ്ടത്. അതിന് ഈശ്വരാധീനം ഇല്ല എന്ന് പറയും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ പൊരുത്തങ്ങളുടെ ഒരു ആധികാരികതയെ പറ്റി പറയും. അതായത് 10ൽ 10 പൊരുത്തം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ലൈഫായിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പം അതിൻ്റെ ഒരു ആധികാരിക അത് നമുക്ക് ശരിക്കും പറഞ്ഞു വെച്ചാൽ പിന്നെ രാശ്യാധിപം, വശ്യം, മാഹേന്ദ്രം, ഗണം, യോനി, ദിനം, ദീർഘം, വേദം, മധ്യരജു, ഇങ്ങനെ 10 ഇതാണ് 10 പൊരുത്തങ്ങളുള്ളത്. അതിൽ ഈ രാശി പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജനിച്ച രാശികൾ തമ്മിലുള്ള പൊരുത്തമാണ്. ഇപ്പം പുണർന്ന നക്ഷത്രം മിഥുനക്കൂർ ജനിച്ചാണെങ്കിൽ മിഥുന രാശിയുടെ അധിപൻ ബുധനാണ്. ആ ബുധന് പൊരുത്തമുള്ള രാശിയുടെ അധിപനാണ് മറ്റേ പിന്നെ ആളുടെ രാശി ആയിട്ട് വരുന്ന നക്ഷത്രങ്ങളിൽ രാശി പൊരുത്തമുണ്ട്. രാശി പൊരുത്തം ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി കാര്യങ്ങളുണ്ടാവും, എല്ലാ കാര്യത്തിലും നേട്ടങ്ങളുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കും. രാശിയാധിപ പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനിച്ച രാശിക്ക് ഒരു അധിപൻ കാണും. നമ്മളിപ്പം മിഥുന രാശിയുടെ അധിപൻ ബുധനാണ്. ആ രാശിയാധിപൻ്റെ ബന്ധുഗ്രഹങ്ങളോ അല്ലെങ്കിൽ മിത്രഗ്രഹങ്ങളോ ഒക്കെയാണ് മറ്റേ ആളിൻ്റെയും രാശിയാധിപൻ്റെ ഗ്രഹങ്ങളായി വരുന്നതെങ്കിൽ രാശിയാധിപ പൊരുത്തം കാണും. രാശിയാധിപ പൊരുത്തം ഉണ്ടെങ്കിൽ ബന്ധുക്കൾ തമ്മിൽ നല്ല രമ്യതയിൽ പോകും. അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയുടെ വീട്ടുകാരെ കണ്ടുകൊണ്ടായിരിക്കും, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരെ കണ്ടുകൊണ്ടായിരിക്കും. ഈ രാശിയാധിപ പൊരുത്തം ഇല്ലാതെ വന്ന് അങ്ങനെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വശ്യപ്പൊരുത്തം ഞാൻ കാണുമ്പോൾ നമുക്ക് കാഴ്ചയിലുള്ള ഒരു വശ്യതയുണ്ടല്ലോ, കാണുമ്പോൾ അയാൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് പറയുന്നത് അത് എത്ര ദീർഘകാലം നിൽക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വശ്യപ്പൊരുത്തം. പക്ഷേ വശ്യപ്പൊരുത്തം അങ്ങനെ സാധാരണ അത് റയറായിട്ട് മാത്രമേ കിട്ടുള്ളൂ. റയറായിട്ട് കിട്ടുമെന്ന് വെച്ചാൽ ഒരു രാശിക്ക് വേറൊരു രാശിയിലെ നക്ഷത്രമായിട്ട് മാത്രമേ വശ്യപ്പൊരുത്തം കിട്ടുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ മാഹേന്ദ്ര പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഹേന്ദ്ര പൊരുത്തം ഉണ്ടെങ്കിൽ മറ്റു പൊരുത്തങ്ങളൊന്നും ഇല്ലെങ്കിലും പാപസാമ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോകും. യാതേ മാഹേന്ദ്ര യോഗസ്യാൽ മംഗല്യായുഷ വർദ്ധനം എന്ന് പറയും. ദീർഘമാംഗല്യം ഉണ്ടാവും, പിന്നെ ദീർഘായുസായിരിക്കും, അങ്ങനെയൊക്കെ പറയും. ഇതേ ഇത് തന്നെയാണ് സ്ത്രീദീർഘ പൊരുത്തം എന്ന് പറയുന്നത്. പെൺകുട്ടി ജനിച്ച നാളിൽ നിന്ന് പുരുഷൻ്റെ നക്ഷത്രം വരെ എണ്ണുമ്പോഴത്തേക്ക് 14 നക്ഷത്രത്തിൽ കൂടുതൽ ശേഷമാണ് പുരുഷൻ്റെ നക്ഷത്രം വരികയാണെങ്കിൽ ആ ദീർഘപ്പൊരുത്തം എന്ന് പറയും. ദീർഘപ്പൊരുത്തം ഉണ്ടെങ്കിൽ ദീർഘം ഉണ്ടാവും, മനപ്രയാസം ഒന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതിൽ കുറവാണെങ്കിൽ 9 വരാൻ കുഴപ്പമില്ല. 9 വരാൻ മധ്യമമായിട്ട് എടുക്കും. 9ൽ കുറവാണെങ്കിൽ ദീർഘപ്പൊരുത്തം ഇല്ല. അത് ഒരു മരണപ്പൊരുത്തമൊന്നുമല്ല, ഐക്യത കുറയും കാലക്രമേണ. ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദമ്പതിമാർ തമ്മിൽ കാലം കഴിയുന്നതനുസരിച്ച് സ്നേഹവും ഊഷ്മളതയും ബന്ധത്തിൽ കൂടി വരണം. അല്ല ഇതില്ലെങ്കിൽ ചെറിയ ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറയും. ഈ ദിനപ്പൊരുത്തം എന്ന് പറഞ്ഞാലും വശ്യപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. വശ്യപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല. ഇപ്പം ചിലർ പറയില്ലേ നല്ല 70% പൊരുത്തം ഉണ്ടായിരുന്നു, പക്ഷെ പെൺകുട്ടിയും പയ്യനും തമ്മിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് കല്യാണം നടന്നില്ല. അത് ഈ വശ്യപ്പൊരുത്തം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ആദ്യ കാഴ്ചയിൽ കിട്ടുന്ന ഒരു ഇംപ്രഷൻ വശ്യപ്പൊരുത്തം ഇല്ലെങ്കിൽ കിട്ടൂല. വശ്യപ്പൊരുത്തം ഉണ്ടെങ്കിൽ അത് ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ പോകും. അങ്ങോട്ട് ക്ഷമാശീലവും സഹനശക്തിയും ഒക്കെ കൂടുതലായിരിക്കും, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും, ഈഗോ ക്ലാഷും കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ വേദിക്കുന്ന ആളുകൾ തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകില്ല. അതിപ്പോൾ പുണർന്ന നക്ഷത്രത്തിന് ഉത്രാട നക്ഷത്രം വേദ നക്ഷത്രമാണ്. അത് ഒരു തരത്തിന് യോജിച്ചു പോകില്ല. അത് കാഴ്ച കാണാൻ പാടില്ല, കൈനീട്ടം വാങ്ങിക്കാൻ പാടില്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയും. പരസ്പരം വേദിക്കുന്ന നക്ഷത്രങ്ങളാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഇവര് തമ്മിൽ കല്യാണം കഴിച്ചാൽ ഒരാൾ മരണപ്പെടൊന്നുമില്ല, അങ്ങനെ ബൈക്കല്ല, മരിച്ചതിന് ജീവിക്കേണ്ടി. ഞാൻ അങ്ങനെ ഒരിടത്ത് വായിച്ചത്, കാരണം എന്റെ നാള് എനിക്ക് വേദമായിട്ട് വരുന്ന ഉത്രാടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തമ്മിൽ വേദ നക്ഷത്രങ്ങൾ തമ്മിൽ ആശയപ്പൊരുത്തം വളരെ കുറവായിരിക്കും. ഒരാൾക്ക് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും അഭിപ്രായിക്കൊന്നും കാണൂല. എങ്കിലും പൊതുവെ ഒരാൾ പറയുന്ന ഇഷ്ടത്തിന് മറ്റേ ആൾ എപ്പോഴും എതിര് പറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്തായാലും ബന്ധത്തിനെ ബാധിക്കും. പരസ്പര ബഹുമാനം കുറവായിരിക്കും. എന്തെങ്കിലും ചെറിയ നിസ്സാര കാരണങ്ങളുണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിച്ച് കുറേ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെയൊക്കെ ഇരിക്കും. അങ്ങനെ ഒരുപാട് പേരെ എനിക്ക് അറിയാം. നമ്മളടുത്ത് വരുന്ന ആളുകൾ തന്നെ ഒരുപാട് പേരെ അറിയാം. കല്യാണം കഴിച്ചിട്ട് ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും താമസിക്കുന്നത്, പുറത്തെ ആളുകളായിരിക്കും ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത്, പക്ഷേ അവർ തമ്മിൽ ഒരു ഐക്യവും കാണില്ല. ചിലപ്പോൾ രണ്ടുപേരും രണ്ടിടത്തായിരിക്കും, പിന്നെ 2 റൂമിലായിരിക്കും ഉറങ്ങുന്നത്, ചിലപ്പോൾ 2 പ്രത്യേകം ഭക്ഷണം വെച്ച് കഴിക്കുന്നത്.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ഒരു വേർപെട്ട പോകുന്ന ഒരു ജീവിതം പോലെ. അതേപോലെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പൊരുത്തത്തിന്റെ അടിസ്ഥാനം. അപ്പം ഇത് കണക്കാക്കിയിട്ടാണ് നമ്മൾ യോജിച്ച രീതിയിലുള്ള പൊരുത്തങ്ങൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ വേറൊരു രീതിയും കൂടെ ഉണ്ട്. നമ്മളെ ഈ ജനിച്ച സമയം വെച്ചിട്ടുള്ള നമ്മുടെ ജാതകം, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ വിവാഹം കഴിക്കുന്നത് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട് വരുന്ന ആളിൻ്റെ സമയവും അയാൾ ജാതകവും നമ്മൾ സ്വാധീനിക്കും. അപ്പോൾ നമുക്ക് തീരെ യോജിക്കാത്ത ഒരു ജാതകമുള്ള ആളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്നതെങ്കിൽ അയാളുടെ കഷ്ടപ്പാടും പ്രാരാബ്ദവും മറ്റു കാര്യങ്ങളും നമ്മൾ കൂടെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രഹനിലയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പിന്നോട്ട് പോകും. അതാണ് ഇതിൻ്റെ പിറകിലുള്ള ചിന്ത. പൊരുത്തത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ സുഖം ജീവിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മനപ്പൊരുത്തം പ്രധാന ഘടകമാണ്. ഇപ്പോൾ പരസ്പരം 7ാമത്തെ കൂറിൽ ജനിച്ച ആളുകൾ തമ്മിൽ സമസപ്തമം എന്നൊരു യോഗമുണ്ട്. അതായത് ഇപ്പോൾ ഉത്രാട നക്ഷത്രം ഇതിനെക്കൂർ എടുക്കുകയാണെങ്കിൽ പിന്നെ പൂരാട നക്ഷത്രം ധനുക്കൂർ, അല്ല പുണർന്ന നക്ഷത്രം ഇതിനെക്കൂറിൻ്റെ 7ാമത്തെ രാശിയാണ് പിന്നെ ധനുക്കൂർ. ധനുരാശിയിൽ വരുന്ന മൂല നക്ഷത്രം പൂരാട നക്ഷത്രം ഉത്രാടത്തിൽ 4 സമസപ്തമമാണ്. പക്ഷെ ഉത്രാടം നമുക്ക് വേദമായതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി 2 നക്ഷത്രങ്ങൾ സമസപ്തമായതുകൊണ്ട് മനപ്പൊരുത്തം ഉണ്ടാവും. അങ്ങനെയൊക്കെ പല ഘടകങ്ങളുണ്ട് ഇതിൽ. ഞാനിപ്പോൾ ചോദിക്കാൻ വന്നിരുന്നത്, അതായത് ഇപ്പോൾ പ്രണയം അല്ലെങ്കിൽ ആ രീതിയിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഈ പൊരുത്തം പലപ്പോഴും വില്ലനാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇപ്പം പറഞ്ഞ പോലെ പൊരുത്തങ്ങൾ ഒത്തുവരണം എന്നില്ല, പക്ഷെ അവരുടെ ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇത് വിവാഹം കഴിക്കുന്ന കുടുംബക്കാർ തമ്മിൽ ഐക്യത ഉണ്ടെങ്കിൽ കുഴപ്പം വരില്ല. വിദ്യാഭ്യാസം രണ്ടുപേർക്കും തുല്യമാണെങ്കിൽ പ്രശ്നം വരില്ല. സാമ്പത്തിക സ്ഥിതി ഒരുപോലെയാണെങ്കിൽ കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ രണ്ടുപേരുടെയും ചിന്താഗതി ഒരുപോലെയാണെങ്കിൽ കുഴപ്പം വരില്ല. ഇതൊക്കെയാണ് ശരിക്കും വേണ്ട പൊരുത്തം. പക്ഷെ അത് നമുക്ക് കണ്ടെത്താൻ പണ്ട് കാലത്ത് വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ജാതകത്തിനെ ആശ്രയിക്കുന്നു. നമ്മളിപ്പോൾ പൊരുത്തമില്ല, കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളും വിവാഹം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യമാണ്. ബേസിക്കലി എനിക്ക് തോന്നുന്നു ആദ്യം മനപ്പൊരുത്തം തന്നെയാണ് നോക്കേണ്ടത്. മനപ്പൊരുത്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊരുത്തം. ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ മധ്യമരഞ്ജു പൊതുവെ ആൾക്കാർ കൂടുതലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു, അത് ശരിക്കും പൊരുത്തത്തിന്റെ ഭാഗമാണോ അതോ ദോഷമാണോ? അത് രജു ദോഷം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് മധ്യമ രജു 3 തരം രജു ഉണ്ട്. ആദ്യ രജു, മധ്യരജു, അന്ത്യരജു. അപ്പോൾ അതിൽ ഈ മധ്യരജുവിൽ വരുന്ന ഒരു 9 നക്ഷത്രങ്ങളുണ്ട്. ഭരണി, പൂരം, പൂരാടം, പൂയാനിയുടെ ഉത്രട്ടാതി, മകരം, ചിത്തിര, ഈ 9 നക്ഷത്രങ്ങൾ നമ്മൾ പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയും. അവര് തമ്മിൽ ഇപ്പം ഭരണി നക്ഷത്രവും ഭരണിയും വിവാഹം കഴിക്കാൻ പാടില്ല. ഭരണിയും പൂരാടവും വിവാഹം കഴിക്കാൻ പാടില്ല. ഭരണിയും പൂരവും തമ്മിൽ വിവാഹം കഴിക്കും. പക്ഷെ ഇതൊക്കെ മാഘന്റെ പൊരുത്തുള്ള നക്ഷത്രങ്ങളാണ്. ഭരണി, പൂരം, പൂരാടം മാഘന്റെ പൊരുത്തുള്ള നക്ഷത്രമാണ്. മകരം, ചിത്തിര, മാഘന്റെ പൊരുത്തുള്ള നക്ഷത്രമാണ്. പൂയാനിയുടെ ഉത്രട്ടാതി മാഘന്റെ പൊരുത്തുള്ള നക്ഷത്രങ്ങളാണ്. പക്ഷേ രജ്ജുദോഷം ഉണ്ടെങ്കിൽ പിന്നെ സന്താനമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് ചിലപ്പോൾ പിന്നെ രണ്ടുപേരും രണ്ടിടത്തായിരിക്കും. അത് നേരത്തെ തന്നെ ഒരു സുഖമുള്ള ഒരു ജീവിതമായിരിക്കില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആയുസിന് ദോഷങ്ങളൊക്കെ വരാനും സാധ്യതയൊക്കെ. ചരട് പൊരുത്തം, താലിപ്പൊരുത്തം എന്ന് ഇതിന് പറയാറുണ്ട്. രജുപ്പൊരുത്തത്തിന് പ്രധാനമായിട്ടും പിന്നെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ, മാഘന്റെ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചില ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല. പക്ഷെ അവർക്ക് ജനിക്കുന്ന മക്കളെ കൊണ്ട് ചിലപ്പോൾ അവർ മനപ്രയാസം അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഒറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് പൊരുത്തം നോക്കുന്നതിൻ്റെ അടിസ്ഥാനം. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കൊക്കെ എല്ലാം ഇതൊക്കെ വന്നാലും നമുക്ക് തരണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ പൊരുത്തമില്ല എന്ന് പറഞ്ഞ ആളുകൾ നല്ല സുഖമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റും എന്തോ കുഴപ്പമുണ്ട് നമ്മൾ തമ്മിൽ, അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ആ ചിന്താഗതി മനസ്സിൽ വന്നാൽ സുഖമായിട്ട് പോകാൻ പറ്റും. നല്ല 100 നല്ല പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് പോകുന്ന ആൾക്ക് വലിയ പ്രതീക്ഷയുടെ ജീവിതത്തിലോട്ട് പോകും. പക്ഷെ അവർക്ക് അതുപോലെ കിട്ടില്ലെങ്കിൽ അവിടെ പൊരുത്തക്കെടും വരും. മനുഷ്യന്റെ മനസ്സാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. സത്യം. അതെ. ഇപ്പം ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജ്യോതിശാസ്ത്രത്തെ എതിർക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർ പൊതുവെ ഒരു പ്രശ്നം വന്നാൽ ലൈക്ക് ഇതിനെ പഴിചാരുന്നവരും അറ്റ് ദ സെയിം ടൈം അവർക്ക് നല്ലത് വരുമ്പോൾ എന്താ പറയാ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ആ തരത്തില് എതിർക്കുന്നവരോട് എന്താ ശരിക്കും പറയാനുള്ളത്? ലൈക്ക് വിശ്വസിക്കണം എന്ന് പറയുമോ? വിശ്വസിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ കണ്ണുടച്ചുള്ള വിമർശനം അത് പാടില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അതിൻ്റെ ബാലപാഠങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. എന്തിനാണ് നമ്മൾ ഇത് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതറിയാതെയുള്ള വിമർശനമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എങ്ങനെ ചിന്തിക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും വിമർശിക്കില്ല. എനിക്ക് തോന്നുന്നു യഥാർത്ഥമായ ജ്യോതിഷം അതിന് കുറെ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പ്രമാണം എന്ന് പറയും. അത് ഏത് നാട്ടുകാർക്കും ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണമൊക്കെ ഒന്ന് തന്നെയാണ്. അതിൽ വേറെ തരത്തിൽ പിന്നെ ഇപ്പം വേദിക് ആസ്ട്രോളജി എന്നൊക്കെ, താന്ത്രിക് ആസ്ട്രോളജി, പിന്നെ റൈക്ക്, ഇങ്ങനെയൊക്കെ പല റൈക്കി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഗ്രഹങ്ങളും രാശിയും
അത് നിൽക്കുന്ന ഭാവം അനുസരിച്ചിട്ടാണ് ജ്യോതിഷൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ജ്യോതിഷം ഒരിക്കലും ഒരു അന്ധവിശ്വാസമൊന്നുമല്ല. നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പണ്ട് കാലത്ത് രാജാക്കന്മാർ മുഹൂർത്തം കുറിച്ചിരുന്നു. ഇപ്പം പണ്ടുകാലത്തിൽ ഇപ്പോഴും സത്യപ്രതിജ്ഞയ്ക്ക് മുഹൂർത്തം കുറിച്ചിട്ടുണ്ട്. കുറേ സ്ഥാനാർത്ഥികൾ ഞാൻ സത്യപ്രതിജ്ഞയ്ക്കല്ല നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സമയം കൊടുത്തിട്ടുണ്ട്. അതിൽ 2 വിഭാഗം ആളുകളുണ്ട്. വിശ്വാസം ഇല്ലെന്ന് പറയുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മളെ ഇത് ജ്യോതിഷം എന്നുള്ളത് നമ്മുടെ വേദത്തിന്റെ ഒരു ഭാഗമാണ്. വേദത്തിന്റെ കണ്ണാണ് ജ്യോതിഷം എന്നാണ് പറയുന്നത്. കണ്ണിന്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കണ്ടറിയുക എന്നാണ്. നമ്മൾ പറഞ്ഞു കേട്ടറിയുന്നതല്ല, നമ്മൾ കണ്ടറിയുന്ന കാര്യങ്ങളാണ് ഏറ്റവും സത്യമായിട്ടുള്ളത്, നമ്മൾ ബോധ്യപ്പെടും. അതുകൊണ്ട് ജ്യോതിഷത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. പക്ഷേ അത് ഈ ബിസിനസ് മൈൻഡോട് കൂടി കൈകാര്യം ചെയ്ത് ആളുകൾ അതിനെ വേറൊരു. അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ ഈശ്വരന്മാരുമായിട്ട് ഈ ജ്യോതിഷത്തിനെ ചേർത്തിട്ട് ഇതൊരു കച്ചവടമാക്കുന്ന പോലെ. അത് ശരിക്കും അങ്ങനെ ചെയ്യുന്നതാണോ അതോ ശരിക്കും ഭഗവാന്മാരുമായിട്ട് ഈ ജ്യോതിഷത്തിന് ബന്ധമുണ്ടോ? നമ്മളുടെ ജ്യോതിഷത്തിൽ നമ്മൾ പറയുന്നത് ഓരോ ഗ്രഹത്തിലും നമ്മൾ ഓരോ ദൈവത്തിനെ സങ്കല്പിച്ചിട്ടുണ്ട്. ആ ദശാകാലം വരുമ്പോഴത്തേക്ക് ആ ക്ഷേത്രത്തിൽ പോയിട്ട് ആരാധനയൊക്കെ നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ സൂര്യദശയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ദശയാണെങ്കിൽ നമ്മൾ ശിവനെ പ്രാർത്ഥിക്കണം, ശിവക്ഷേത്രത്തിൽ പോകണം, ധാര വഴിപാട് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയും. പ്രധാനമായിട്ടും നമ്മളെ ഈ നേത്രരോഗവും മറ്റു കാര്യങ്ങളൊക്കെ ബാധിക്കുന്നത് സൂര്യൻ 12 നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് പിന്നെ ഈ നേത്രരോഗമൊക്കെ വരും. നേത്രരോഗം ബാധിക്കാൻ സാധ്യതയുണ്ട്. ശിരോരോഗം പോലത്തെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സൂര്യൻ നമുക്ക് ദുസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അതിന് പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാനും ധാര വഴിപാടൊക്കെ നടത്താനൊക്കെ നമ്മൾ പറയും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു അടിസ്ഥാന തത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമാണ്. നമുക്കിങ്ങനെ ഒരു ദോഷമുണ്ട്, അതിന് പരിഹാരം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മാറും, മനസ്സിനൊരു ആശ്വാസം. അങ്ങനെ മാത്രമേ ഈ പരിഹാരത്തിനെ കാണാൻ പറ്റുള്ളൂ. ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കണം. നമ്മൾ ബുധദശ ഉള്ള ആളുകൾ അവതാര വിഷ്ണുവിനെ പ്രാർത്ഥിക്കണം എന്ന് പറയും. അവതാര വിഷ്ണു എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, പിന്നെ നരസിംഹമൂർത്തി, ഇങ്ങനെയുള്ള ദേവതകളെ ബുധദശാകാലത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അത് ബുധൻ പുരുഷരാശി നീക്കുകയാണെങ്കിൽ, പുരുഷരാശി എന്ന് വെച്ചാൽ മേടം, അതായത് മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം, ഈ 6 രാശികൾ പുരുഷരാശിയാണ്. അപ്പോൾ പുരുഷരാശിയിൽ ശ്രീകൃഷ്ണൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ബുധൻ നിൽക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണനും, സ്ത്രീരാശിയാണെങ്കിൽ അത് ഭഗവതി എന്ന് പറയും, മഹാലക്ഷ്മി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ദേവതകളെ ആരാധിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടും. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവം അതിൻ്റെ ഒരു ഫലം തരാതിരിക്കില്ല എന്നൊരു വിശ്വാസം. അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. പിന്നെ ഈ ഗ്രഹങ്ങൾക്ക് ദൈവങ്ങൾ മാത്രമല്ല, ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രത്നങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. അതെ, സൂര്യന് മാണിക്യം, ചന്ദ്രനാണെങ്കിൽ നമ്മൾ മുത്ത് അല്ലെങ്കിൽ മൂൺ സ്റ്റോൺ എന്ന് പറയും, പിന്നെ ചന്ദ്രകാന്തം, ചൊവ്വയ്ക്ക് പവിഴം, പിന്നെ ബുധൻ്റെ ആണെങ്കിൽ മരതകം, പിന്നെ എമറാൾഡ്, പിന്നെ അതുപോലെ തന്നെ ശുക്രനാണെങ്കിൽ ഡയമണ്ട്. നേരത്തെ പറഞ്ഞ യെല്ലോ സഫയർ മഞ്ഞ പുഷ്യരാഗം, പിന്നെ വ്യാഴത്തിൻ്റെ രാശി ജനിച്ചാൽ അങ്ങനെ പറയും. 1, 5, 9 ജനിച്ച രാശിയുടെ 1ാമത്തെ രാശിയാധിപൻ്റെയും 5ാമത്തെ രാശിയാധിപൻ്റെയും 9ാമത്തെ രാശിയാധിപൻ്റെയും രത്നധാരണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുമെന്ന് പറയും. ഇങ്ങനെ പലതരം ഇതൊക്കെ നമുക്ക് ഒരു, പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ആളിന് വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ ഇത് ചെയ്താൽ എനിക്ക് ഫലം ഉണ്ടാകും എന്ന് വിശ്വാസം, അത് കിട്ടും. അതുകൊണ്ടുള്ള മാറ്റങ്ങളുണ്ടാകും. അതെ, തീർച്ചയായിട്ടും ശരിയാ. ഇപ്പം സാറ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ആക്ച്വലി അല്ലേ, മന്ത്രവാദത്തെ പറ്റിയിട്ട്. ഒരു നോവൽ, എനിക്ക് തോന്നുന്നു നോവലാണത് ആക്ച്വലി. ഇതാണ് ബുക്ക്. ഞാനത് മൊത്തം വായിച്ച് തീർക്കാൻ പറ്റിയില്ല, കുറച്ചേ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ ശരിക്കും ഇപ്പോൾ സാർ ആക്ച്വലി ഒരു ജ്യോതിഷനാണ്, എന്നാൽ മന്ത്രവാദം അറിയുകയും ചെയ്യാം. ഇത് രണ്ടും ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഒന്ന് അതിനെപ്പറ്റി പറഞ്ഞിരുന്നത്, ഇത് രണ്ടും സെയിം ആണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ സാർ പറഞ്ഞത് ഡിഫറെൻ്റ് ആണ്, ശരിയാണ്. എൻ്റെ 2 മേഖലകളാണ്. അപ്പോൾ എന്നിരുന്നാലും ഇന്നത്തെ കാലത്തും ഈ പറഞ്ഞ പോലെ ഒരു ജ്യോതിഷനെ കാണുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഈ മന്ത്രവാദത്തിൻ്റെ പുറകെ പോകുന്നുണ്ട്. നമ്മൾ കുറേ ഈവൻ കേസുകളൊക്കെ ന്യൂസിൽ കേൾക്കുന്നുണ്ട്, അപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ശരിക്കും ഒരു വ്യക്തി ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു മൈൻഡുമായിട്ട് അയാളെ ഒരു എന്താ പറയുക, ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ തലത്തിലായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, മന്ത്രവാദം കൊണ്ട് ആ ആളുടെ കംപ്ലീറ്റ് ഇഷ്യൂസ് മാറാൻ പറ്റും, അല്ലെങ്കിൽ അതിലേക്ക് ജ്യോതിഷത്തിനെ കൊണ്ടുവന്നിട്ടാണോ മന്ത്രവാദം? അല്ല, നമുക്ക് ജ്യോതിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം കണ്ടുപിടിക്കാനാണ് ജ്യോതിഷം. അയാൾക്ക് ഇപ്പോൾ ഇങ്ങനെ വരാനുള്ള അവസ്ഥ വരാനുണ്ടാകുന്ന കാരണം എന്തെന്നാണ് പറയും. അത് ജനിച്ച സമയം അനുസരിച്ചിട്ടും പ്രശ്നങ്ങളുണ്ടാവാം, അല്ലാതെ തന്നെ യാന്ത്രിക മനഃപൂർവ്വം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടും പ്രശ്നങ്ങളുണ്ടാവാം. ഈ ജ്യോതിഷത്തിൽ ഇതിൽ ബാധ ചിന്ത ഒരു വിഭാഗമുണ്ട്. ഇയാളെ ബാധിച്ചിരിക്കുന്നത്, ബാധ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്നത് പ്രേതം, ഭൂതം, പിശാചം എന്നാണ്. ബാധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധിച്ചിരിക്കുന്നതെന്ന് അർത്ഥമുള്ളൂ. ഇയാളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം അതെന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ സാധാരണ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടായതുകൊണ്ട് ഈ മാനസിക പ്രശ്നമുള്ള ആളുകളാണ് കൂടുതൽ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുക, മറ്റുള്ള ഉപദ്രവിക്കുക, അട്ടഹാസം കാണിക്കുക, ഇന്ന് ഹിസ്റ്റീരിയ പോലത്തെ അവരൊക്കെ വരുന്നത്. സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുണ്ടാണ്. അയാൾക്ക് അടക്കാനാവാത്ത ദുഃഖം,
അല്ലെങ്കിൽ എന്തെങ്കിലും മനപ്രയാസം അല്ലെങ്കിൽ അപമാനം ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ മനസ്സ് തന്നെ സ്വയം അതിനെ പ്രതിരോധിക്കാനായിട്ട് ഓരോ സ്റ്റെപ്പുകൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ചില ആളുകൾ ഇങ്ങനെ ചിലപ്പോൾ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കും. വേറെ അയാളുടെ മനസ്സിലെ വിഷമം തന്നെ അയാൾ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വേറെ ആൾ ഭയങ്കര ദേഷ്യമായിട്ട് പെരുമാറും, അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തൊക്കെ പൊട്ടിത്തെറിച്ച് അവൻ്റെ ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അവർ തെറ്റിദ്ധരിക്കും, ഇവൻ എന്തോ ബാധ കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ വരുന്ന ആളുകൾ ഈ ബാധ കൂടൽ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലാതെ ഉണ്ട്, എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ട് അയാളെ മനസ്സിനെ ബാധിച്ചിട്ട് അതൊരു ബാധയായിട്ട് ഒരു ഡിയർ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വ്യക്തിയെ പോലെ മാറുന്ന സംഭവം അത് മനഃശാസ്ത്രപരമാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് മാത്രം നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ആദ്യം അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഈ പ്രശ്നം ഇങ്ങനെ ഒരു ബാധ ഉണ്ടായിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ഒരു പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ബാധ മാറുമെന്ന് അയാളെ വിശ്വസിപ്പിക്കണം. ഈ 3 കാര്യങ്ങളും മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ്. ഇത് 3ഉം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ജ്യോതിഷവും മന്ത്രവാദവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കിപ്പോൾ എന്ത് ബിസിനസ് ചെയ്തിട്ടും ഒന്നും ശരിയാകുന്നില്ല, നഷ്ടത്തിന് മേൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഒരു ജ്യോതിഷനെ കാണാൻ വരും. അപ്പോൾ അയാൾ പറയും, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലത്തെ ബിസിനസ് ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്കെതിരെ എന്തോ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബിസിനസ് താഴ്ന്നു പോകുന്നത്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയും. അപ്പോൾ അയാൾ അത് വിശ്വസിക്കും. ഇത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇത് സ്വാഭാവികമായിട്ട് വന്ന പരാജയമല്ല, ആരോ എനിക്ക് വേണ്ടി എന്തോ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ. പക്ഷേ അയാൾ അങ്ങനെ വിശ്വസിക്കും. അപ്പോൾ പറയും ഇങ്ങനെയുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ദോഷം മാറും എന്ന് പറയുമ്പോൾ ഇയാൾക്ക് വിശ്വാസമുള്ള ഒരാളെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടെങ്കിൽ ജോത്സ്യം തന്നെ പൂജ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അയാളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറയും, ഇതെല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞൊരു ഒരു മനസ്സിനൊരു ബലം കൊടുക്കും. പിറ്റേ ദിവസം അയാൾക്കാർക്ക് നല്ല കാര്യം തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. കാരണം അയാൾ മൈൻഡ് ക്ലിയർ ആവും, ഇത് ചെയ്തുകൊണ്ട് മാറി. അപ്പോൾ ഇനി എനിക്കൊരു പ്രശ്നമില്ല. ഈ ആലസ് കിട്ടുന്നതും ഒക്കെ അതിൻ്റെ ഒരു ഇതാണ്. എല്ലാം മനഃശാസ്ത്രപരമായിട്ട് പണ്ടത്തെ ആളുകൾ ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ശാസ്ത്രം കുറച്ചുകൂടി പുരോഗമിച്ചപ്പോഴത്തേക്ക് ഇതിനൊക്കെ റെമഡീസ് ഉണ്ട്. ഇപ്പോൾ ഒരു മനസ്സിന് പ്രശ്നം ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണാം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അയാൾ ഒരു ഉപദേശങ്ങളൊക്കെ കൊടുക്കും, എക്സസൈസ് കൊടുക്കും, യോഗ പോലത്തെ മാർഗ്ഗങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിന് പ്രാധാന്യം കുറഞ്ഞു. പണ്ട് ഈ സയന്റിഫിക്കിനേക്കാളും കുറച്ചുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലാണല്ലോ ആളുകൾ വിശ്വസിക്കും. അതെ അതെ, ഭൂതം പ്രേതം എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കും. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞ് വിശ്വസിക്കൊന്നുമില്ല. കാര്യം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്തും സൈക്കോളജിസ്റ്റ് വിചാരിച്ചാലും മാറാത്ത പ്രശ്നങ്ങൾ ഈ മന്ത്രവാദം കൊണ്ട് മാറുന്നുണ്ട്. കാരണം അവരുടെ മനസ്സിലാണ് ഇപ്പം ഒരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ പറയും, നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള പേടി കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്, അങ്ങനെ സംഭവം ഇല്ല എന്നൊരു സൈക്കോളജിസ്റ്റ് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ബോധ്യം വരില്ല. അയാൾ മനസ്സിൽ വിശ്വാസം എങ്ങനെയല്ല, ആരും എനിക്ക് എന്തോ ചെയ്തിട്ടുണ്ട്, എന്തോ ബാധിച്ചിട്ടുണ്ട്, ഞാനല്ല ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതെന്ന് തോന്നും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് മനഃശാസ്ത്രപരമായിട്ടൊരു ചികിത്സയാണ് ഈ മന്ത്രവാദം. അപ്പോൾ പറയാം, നിങ്ങൾക്കൊരു ബാധയുണ്ട്, നമുക്കത് ഇങ്ങനെ ചെയ്താൽ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. പക്ഷെ അതൊന്നും തെറ്റല്ല. പക്ഷെ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ബാധ കൂടിയിരിക്കുകയാണ്, ഒരാൾ നിങ്ങൾ നശിപ്പിക്കാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ തകർന്നു പോകുന്നതൊക്കെ പറഞ്ഞ് അയാളെ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് പേടിപ്പിക്കുമ്പോഴത്തേക്ക് അയാൾ ഉദ്ദേശിക്കുന്ന ആളിനോട് ഇയാൾക്ക് കാണുന്ന വൈരാഗ്യ ബുദ്ധിയൊക്കെ തോന്നും. അങ്ങനെയാണ് ചില കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ളത് പലയിടത്തും. ചില ആളുകൾ പറയും, ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യ ഭർത്താവ് മരിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ ഒരു കല്യാണം കഴിക്കണം, വാഴ കല്യാണം എന്നൊക്കെ പറയും. ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതും മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ്. ആണെങ്കിൽ ഒരു വയസ്സായ ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, ഇവിടെ ഒന്നുമില്ല, ഉത്തരേന്ത്യയിലേക്ക് ഉണ്ടാവുക, എന്നിട്ട് അയാൾ കുറച്ച് എന്തെങ്കിലും കൊടുത്ത് കൊല്ലുക, എന്തെങ്കിലും ചെയ്യുക. ഇതിന്റെ പേരിൽ ക്രൈമും നടക്കുന്നുണ്ട്. ഈ ചെന്താമര എന്ന് പറഞ്ഞ ആൾക്കറിയില്ലേ? ചെന്താമര എന്ന് പറഞ്ഞൊരു ഒരാള്, അയാളെ ഭാര്യയെ ഇയാൾ തമ്മിൽ പിണങ്ങാൻ കാരണം അയൽവാസിയാണ് എന്ന് പറഞ്ഞിട്ട് 4 പേരെ കൊന്ന ഒരു കേസ് ഈ ഇടയ്ക്ക് കാലത്തുണ്ടായിട്ടുണ്ടല്ലോ. അത് അതിന്റെ പേരിൽ ജ്യോത്സ്യന്മാരെ ഒരുപാട് കുറ്റം പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളെ ശത്രു എന്ന് പറയും. എല്ലാ പേർക്ക് സ്ത്രീകളൊക്കെ നീണ്ട മുടിയില്ല. ഇവരെ അയാൾ നോക്കിയപ്പോഴത്തേക്ക് അയാൾ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീക്ക് നല്ല നീണ്ട മുടിയുണ്ട്. അപ്പോൾ അവരാണ് ഇതെന്ന് വെച്ചിട്ട് അവരെ കൊന്നു, അവരുടെ ഭർത്താവിനെ കൊന്നു. അതൊക്കെ ക്രൈം ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. ഈവൻ നരബലി പോലും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. അതൊക്കെ അതാണ്. അതായത് മനുഷ്യൻ വിശ്വസിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് ആളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതനുസരിച്ച് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഒരു ചോദ്യമാണ് സാറിന്. ഈ ബുക്കിൽ ആക്ച്വലി ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ട് പോലെ എനിക്ക് വായിച്ച അത്ര എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ബേസിക്കലി ഇത് ശരിക്കും നടന്ന എന്തെങ്കിലും കാര്യമാണോ, അല്ലെങ്കിൽ സാർ കണ്ടിട്ടുള്ള, ഇപ്പോൾ സാർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, അപ്പോൾ കണ്ട എക്സ്പീരിയൻസ് ചെയ്യുന്നതാണോ അതോ ഒരു ഊഹത്തിൽ? ഇത് മാന്ത്രിക നോവലാണിത്. മാന്ത്രിക നോവൽ എന്ന് വെച്ചാൽ 2 മന്ത്രവാദ കൈകാര്യം ചെയ്യുന്ന 2 കുടുംബക്കാർ തമ്മിലുള്ള ഒരു പരമ്പരാഗതമായ ശത്രുതയുടെ കഥയാണിത്. പക്ഷെ ആ ശത്രുതയുടെ ഒരു കാരണമുണ്ട്. അതിൽ പത്മാവതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അവര് പരമേശ്വരൻ എന്ന് പറഞ്ഞ മറ്റൊരു ക്യാരക്ടറുണ്ട്, നമ്പൂതിരി. അവർ തമ്മിൽ ചെറുപ്പകാലത്ത് പ്രണയത്തിലായിരുന്നു. പക്ഷേ ഇവരെ കുടുംബക്കാർ തമ്മിലുള്ള ഈ ശത്രുത കാരണം
ഇവർക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, വേറൊരാളെ കല്യാണം കഴിച്ചു. ഉമാദേവി അന്തർജനത്തിന് വേറൊരാളെ കല്യാണം കഴിക്കേണ്ടി വരുന്നു. അപ്പോൾ പത്മാവതിക്ക് ഈ പരമേശ്വരൻ എന്ന ആളിനോടും ഭയങ്കരമായ പ്രണയമാണ്, ശരിക്കുള്ള ആത്മാവ് പ്രണയമാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ചെറുപ്രായത്തിൽ അവർ ഇയാളെ ഈ ഉമാദേവിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മന്ത്രവാദം പഠിച്ചിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു നോവലാണിത്. അതാണ് നോവൽ. പിന്നെ ഇതിൽ ഒരു പിന്നെ മലയിൽ ശരിക്കും ധാരാളം നിധി ഉണ്ടെന്നുള്ളൊരു സങ്കല്പത്തിൽ നിധി എടുക്കാൻ വേണ്ടിയുള്ള മത്സരവും അങ്ങനെയൊക്കെയുള്ള ഒരു നോവലാണ്. മന്ത്രവാദ നോവലാണ്, പക്ഷേ സാങ്കല്പികമാണ്. നടന്നതൊന്നുമല്ല, അല്ല, അങ്ങനെ നടക്കാനും സാധ്യതയില്ല. പക്ഷെ സ്ത്രീകൾക്ക് പക വന്ന ഭയങ്കരമാണ്. ചിലപ്പോൾ സയന്റിഫിക്കലി സൈക്കോളജിക്കലി ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ സെക്കൻഡ് പാർട്ട് ഈ പത്മാവതി എന്നുള്ള ആ ഒരു കഥാപാത്രത്തെ മാത്രം കേന്ദ്രീകരിച്ച് സെക്കൻഡ് പാർട്ട് വരുന്നത്. അവിടെ പ്രണയത്തിന്റെ ആഴവും മറ്റു കാര്യങ്ങളും. അതും മാന്ത്രിക നോവലാണ്, പക്ഷെ അത്രയും മന്ത്രവാദമല്ല, അതൊരു പ്രണയ നോവലാണ്. അതിന്റെ രണ്ടാം ഭാഗം മാന്ത്രിക നോവലാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ജ്യോതിഷന്റെ അടുത്ത് വരും, നമുക്ക് കുറെ പരിഹാരങ്ങൾ കിട്ടും എന്നൊക്കെ പറയുന്നു. ഇപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ വിധിയെ നമുക്ക് പൊതുവെ നമ്മൾ ഈ സീരിയൽസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഈശ്വരന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഈശ്വരന്മാർക്ക് അവരുടെ വിധിയെ പോലും തടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ മനുഷ്യന്റെ വിധിയെ തടുക്കാൻ എന്നോണം അല്ലെങ്കിൽ മാറ്റാൻ എന്നോണാണ് ഈ ജ്യോതിഷത്തിനെ കാണുന്നതും ജ്യോതിഷത്തിൽ എത്തിപ്പെടുന്നതും അതിന്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ ശരിക്കും ഇത്തരത്തിൽ വിധിയെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുമോ? വിധിയെ മാറ്റിയെടുക്കാൻ പറ്റുക അങ്ങനെ പറയുന്ന ഒരു തരത്തിൽ ജ്യോതിഷത്തിന്റെ തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് ജാതകം അല്ലെങ്കിൽ ഒരു പ്രവചനം. അതിനെ മാറ്റാൻ പറ്റുമോ എന്ന് പറയുന്നത് അത് ഇതുമായിട്ട് യോജിച്ച് പോകും, പൊരുത്തപ്പെട്ട് പോകില്ല. പക്ഷേ വിധിയെ തടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ തന്നെ വിധിയെ മതി കൊണ്ട് തടുക്കാവുന്ന ഒരു ഇതുണ്ട്. അതായത് ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വലിയ കുഴിയിൽ വീഴും എന്നൊരാളത്ത് അയാളുടെ വിധിയാണ്, അയാളെ കുഴിയിൽ വീഴണം. പക്ഷേ നമുക്ക് നേരത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഒരു കുഴിയുണ്ട്, സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ അയാൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഓർമ്മിക്കാതെ ചിലപ്പോൾ ചരക്കിയാലും ചിലപ്പോൾ കുഴിക്കകത്ത് വീഴാതെ വേണമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമോ അയാൾക്ക്? കുഴി ഉണ്ട് എന്ന് കരുതിയിട്ട് സൂക്ഷിച്ച് പോകാൻ പറ്റും, അല്ലെങ്കിൽ വഴി മാറി പോകാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മുൻകൂട്ടി അറിയിക്കുന്നതാണ് ജ്യോതിഷം. മുൻകൂട്ടി അറിയിക്കും, ഇങ്ങനെ സംഭവങ്ങളുണ്ട്, നമുക്കിതെല്ലാം സൂചനകൾ കൊടുക്കാനേ പറ്റുള്ളൂ. ഇന്നത് സംഭവിക്കുന്ന 100% പറയാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള കുറേ സാധ്യതകളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതും നല്ല രീതിയിൽ നമുക്ക് ജ്യോതിഷത്തിൻ്റെ ഇതൊക്കെ റീഡ് ചെയ്ത് എടുത്താൽ മാത്രം പറ്റും. നമ്മൾ ഈ ഗ്രഹങ്ങൾ, രാശി, ഇത് മാത്രമല്ല, ഇതിൽ നമ്മളിപ്പോൾ വെറുതെ കുറേ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഇതിലിപ്പോൾ ദേക്കാണമുണ്ട്, അങ്ങനെ നവാംശമുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട്, അഷ്ടവർഗമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. എനിക്ക് തോന്നുന്നു ജാതകം ഈ പറഞ്ഞ പോലെ ഒരു മുൻവിധി തരലാണ് അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവം ഈ ദശ തൊട്ട് ഈ ദശ വരെ നിങ്ങൾക്ക് ഒരു ദോഷപ്പെട്ട സമയമാണ്, ആ സമയം സൂക്ഷിക്കണം, ആ സമയത്ത് ഇന്ന പരിഹാരങ്ങൾ ചെയ്യണം. ഈ പരിഹാരങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അയാൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അയാൾക്ക് ക്ഷേത്രത്തിൽ പോയി പൂജിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ദോഷമുള്ളതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അയാളുടെ പിന്നെ ഉപബോധ മനസ്സിലത് പതിഞ്ഞു കിടക്കും, ഇങ്ങനെ ദോഷം എനിക്കുണ്ട്. അപ്പം അയാൾ അറിയാതെ തന്നെ ആ കാര്യങ്ങളെയൊക്കെ ശ്രദ്ധ പോകും. കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു മനുഷ്യരെയും പൂജയും പന്ത്രണ്ട് ചെയ്യാൻ ഞാൻ പറയാറില്ല. എല്ലായിടത്തും ക്ഷേത്രത്തിൽ പോകാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഈ ശനിദോഷമൊക്കെ ഉള്ള ആളാണെങ്കിൽ ഈ ശനിദോഷം ബാധിക്കുന്നത് നമ്മളെ ഏറ്റവും നീതിമാനായ ഗ്രഹമാണ് ശനി. ശനി ഒരിക്കലും നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ ഉപദ്രവിക്കാറില്ല. വൃദ്ധന്മാരെ, കുട്ടികളെ, ഗർഭിണികളെ ഒക്കെ ഉപദ്രവിക്കുന്നവരെ അവർക്കാണ് ശനി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കം ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ ശനി ബാധിക്കും. സ്ത്രീകളെ വളരെയധികം ഉപദ്രവിക്കുന്നവരെ ശനിദോഷമുള്ള സമയത്ത് അയാൾ കഷ്ടപ്പെടും. അച്ഛനെയും അമ്മയും പിന്നെ നല്ല രീതിയിൽ നോക്കാത്ത ആളുകളെ ശനി ബാധിക്കും. ഇങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാനുഷിക രഹിതമായി ജീവിക്കുന്ന ആളുകളെ ശനി ബാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ കഷ്ടപ്പെടുണ്ടാവുള്ളൂ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും ശനിയൊന്നും ബാധിക്കുന്നില്ല. അപ്പൊ ഈ നമ്മളിപ്പോ പറഞ്ഞ ചെറുപ്പത്തിൽ നമ്മുടെ രാശികൾ അല്ലെങ്കിൽ ജാതകമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികളായിരിക്കും ആ ഒരു ഫേസിലാണ് നമ്മുടെ ശനി വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പഠിത്തത്തിലെ മന്ദത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അവിടെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അവരെന്ത് തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. അതല്ല, അത് നമുക്ക് പൂർവ്വ ജന്മാർജിതം കർമ്മം എന്ന് പറയും. കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളാണ് വ്യാധിയായിട്ടും മറ്റു കാര്യങ്ങളായിട്ട് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെന്നും പറയും. അപ്പൊ അതിപ്പോ നമ്മൾ ചില കുട്ടികളുണ്ടല്ലോ, നമുക്ക് 3 വയസ്സ് താഴെയുള്ള ചെറിയ കുട്ടികൾ അത് ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടും, നല്ല പടം വരയ്ക്കും. ക്ലിന്റിനെ പറ്റി കേട്ടി. ക്ലിന്റൺ എന്നൊരു പയ്യൻ, ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു, ഈ എറണാകുളത്തുള്ള ഒരു പയ്യൻ തന്നെയായിരുന്നു. അവൻ 9ാമത്തെ വയസ്സിൽ എന്തോ മരിച്ചു എന്ന് തോന്നുന്നു. 25,000-ലേറെ ചിത്രങ്ങൾ വരച്ചവൻ. അതൊക്കെ അവൻ്റെ പൂർവ്വ ജന്മവാസനകളാണ്. അതുപോലെ
ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരു 3 വയസ്സിലൊക്കെ നമുക്ക് മുൻജന്മത്തിനെ പറ്റി ഓർമ്മ കാണുമെന്നൊക്കെയാണ് പറയുന്നത്. അത് വാസന എന്ന് പറയും. അതിനാണ് നമ്മൾ വാസന ജന്മവാസന എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ കുട്ടിക്കാലത്ത് വലിയ അസുഖവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അവൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ ഫലങ്ങളാണ്. അത് അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കും. ചിലപ്പോൾ നല്ല ജന്മസുഹൃത്തൊക്കെ കാര്യങ്ങൾ ചെയ്ത ആളായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ, അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ജന്മം കിട്ടും. പക്ഷേ അയാൾ ഈ ജന്മത്തിൽ ഭയങ്കര തെറ്റുകൾ ചെയ്യും. അപ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ മറ്റു ഭാഗം വളരെ മോശമായിട്ട് പോയും. വലിയ സാമ്പത്തികമായിട്ട് ഉയർന്ന കുടുംബത്തിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ ക്ഷയിച്ച് അവസാനം അതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് പറയാം. കർമ്മം എന്നൊരു സംഭവമുണ്ട്. അത് നമുക്ക് ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റും. പുനർജന്മവും നമുക്ക് ജ്യോതിഷത്തിലും ഹിന്ദു വിശ്വാസത്തിലും പുനർജന്മമുണ്ട്. ക്രിസ്തു വിശ്വാസത്തിലുണ്ട്. ക്രിസ്തു വിശ്വാസം ജന്മം എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല, ഉടനെ ജയിക്കുന്നില്ല. അന്ത്യക്രിസ്തു വരും ലാസ്റ്റിൽ. അദ്ദേഹം വരുമ്പോഴത്തേക്ക് മരിച്ച ആളെ പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ദഹിപ്പിക്കാതെ കൊണ്ട് കുഴിച്ചിട്ട് നമ്മൾ സംസ്കരിക്കുന്നത്. അന്ത്യക്രിസ്തു വരുമ്പോഴത്തേക്ക് അതെ വീണ്ടും പുനർജനിക്കും എന്നുള്ളതാണ്. നമ്മളെ ഹിന്ദു വിശ്വാസത്തിൽ അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ചിട്ട് നമുക്ക് നായായോ നരിയായോ മരമായോ എങ്ങനെയും ജനിക്കാം അടുത്ത ജന്മത്തിൽ. നല്ലത് ചെയ്താൽ നല്ലത് ആയിട്ട് വരും. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ പിന്നെ മോക്ഷമില്ലാതെ നമുക്ക് പരബ്രഹ്മത്തിൽ നമുക്ക് വിലയം പ്രാപിക്കാൻ പറ്റും. അതൊക്കെയാണ് നമ്മളെ വിശ്വാസം അടിസ്ഥാനപരമായിട്ട്. സർ, ലാസ്റ്റായിട്ടൊരു ക്വസ്റ്റ്യനും കൂടെ. അതായത് ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ഈ എന്താ പറയുക, ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഇതിൽ പൊതുവേ എന്താ പറയുക, എല്ലാവർക്കും ഇപ്പം ആ ഒരു ദൈവികമായിട്ടോ അല്ലെങ്കിൽ ഒരു ആ രീതിയിലല്ല ആർക്കും ഇപ്പം കാര്യങ്ങൾ വേണ്ടത്. എല്ലാവർക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസ് കിട്ടണം, സയൻറ്റിഫിക് ആയിട്ടാണ് എല്ലാവരും എല്ലാം നോക്കുന്നത്. ഈവൻ ജ്യോതിഷം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾക്കിടയിലും ഈ ഒരു യുക്തിബോധത്തിനപ്പുറത്തേക്കും എന്താ പറയുക, അവരുടെ ഒരു ഇതുമായിട്ടുള്ളൊരു കണക്ഷൻ, ഈ ജ്യോതിഷം ആയിക്കോട്ടെ, ഇപ്പം ദൈവികപരമായിട്ടുള്ള ഡിവൈനിറ്റി ആയിക്കോട്ടെ, വാട്ട് ആർ ദ തിങ്സ്, ലേക്കും ഈ യുക്തിബോധത്തിനപ്പുറത്തേക്ക് വരുന്ന ഈ ഒരു സമൂഹത്തിൽ നമ്മുടെ ഈ ജ്യോതിഷത്തിന്റെ ഒരു റെലവൻസ്, അല്ലെങ്കിൽ നമുക്ക് യുക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളുടെ പിന്നെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും യുക്തി. അതായത് ഒരാൾ ജനിച്ചു വരുന്ന സാഹചര്യം, അയാൾ ഇടപെട്ട ആളുകൾ ആയിട്ടുള്ള ബന്ധങ്ങളിൽ കൂടി അയാൾക്ക് കിട്ടുന്ന അറിവ്, ഇതൊക്കെ ആയിട്ടാണ് യുക്തിബോധം ഒന്നും നമ്മുടെ മനസ്സിലൊക്കെ കടന്നു വരുന്നത്. പക്ഷേ ഈ ജ്യോതിഷത്തിന്റെ യുക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കിങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ വിശ്വസിക്കും. പക്ഷേ സംഭവിച്ചില്ലെങ്കിൽ അയാൾക്ക് വിശ്വാസക്കുറവ് വരും. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് കാരണം നേരത്തെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് അയാൾ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കും. പക്ഷേ അയാൾ പറയുന്നത് എന്തായിരിക്കും, അന്നാ ജ്യോത്സ്യം പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അപകടം വരുമെന്ന് പറഞ്ഞു, എനിക്കൊന്നും സംഭവിച്ചില്ല, അപ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് പറയും. പക്ഷേ അത് സംഭവിക്കാതിരുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ബോധമനസ്സിലോ അല്ലെങ്കിൽ ഉപബോധ മനസ്സിലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള പതിഞ്ഞ് കിടക്കും. അതനുസരിച്ചുള്ള ശ്രദ്ധ അയാൾ അറിയാതെ തന്നെ അയാൾ ചെയ്യും. അപ്പോഴത്തേക്ക് ജ്യോതിഷം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അയാൾക്ക് നമ്മൾ കൊടുത്ത ഉപദേശം ഒരു പിന്നെ എന്താന്ന് പറയുക, പിന്നെ അദൃശ്യമായിട്ട് അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അത് രക്ഷപ്പെട്ടതെന്ന് പറയാൻ പറ്റും. അതായത് യുക്തിക്കും അപ്പുറത്തേക്ക് വിശ്വാസത്തിനാണ് ശരിക്കും വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിന് അയാൾ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ വിശകലനം ചെയ്തെടുക്കുന്നതനുസരിച്ചും കാര്യങ്ങളുണ്ട്. നമുക്ക് ഏത് കാര്യത്തിനും കണ്ണടച്ച് തീർക്കാൻ പറ്റും. ഏത് കാര്യം നമുക്ക് ആദ്യമായിട്ട് അറിഞ്ഞുകൂടാത്ത കാര്യത്തിന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് തെറ്റാണെന്ന് പറയാം. പക്ഷെ അറിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കത് അംഗീകരിക്കേണ്ടി വരും. ജ്യോതിഷം കൃത്യമായിട്ടത് പിന്നെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ആരും കുറ്റം പറയില്ല. ജ്യോതിഷത്തിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ജ്യോത്സ്യന്മാർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരത് കൈകാര്യം ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭയം മനുഷ്യർക്ക് ഭയപ്പെടുത്തി അവയാൽ ഒരു പ്രത്യേക ഒരു മാനസിക അവസ്ഥയെ കൊണ്ട് എത്തിച്ചിട്ട് അതിൽ നിന്ന് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ കാരണമാണ് ഈ ജ്യോതിഷത്തിലെ ആളുകൾക്ക് വിശ്വാസം കുറയാൻ കാരണം. ഇപ്പം ഇത്തരത്തിൽ ഈ ആ ഒരു ചിന്താഗതി, അതായത് യുക്തിക്കും അപ്പുറത്തേക്ക് വിശ്വാസങ്ങളിലെ മുറുകെ പിടിക്കുന്നത് ഭാവിയിൽ അത് ആ ആൾക്ക് ദോഷകരമായിട്ടാണോ ഗുണകരമായിട്ടായിരിക്കോ ഭവിക്കുക? ഒരു സാറിന് ഒരു ഒപ്പീനിയൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതും വ്യക്തിപരമാണ്. കാരണം പക്ഷേ ഇതിൽ ഈ അമിതമായിട്ടുള്ള വിശ്വാസം ഒന്നിലും നല്ലതല്ല. നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്ന അമിതമായ വിശ്വാസം പാടില്ല. പക്ഷേ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. റീസണബിളായിട്ട് നമ്മളെപ്പോഴും ഉണ്ടായിരിക്കാൻ നമ്മൾ യോഗശാസ്ത്രം പറയുന്നത് പോലെ സമചിത്തമായിരിക്കുന്നതാണ് നല്ലത്. ദോഷം വന്നാലും നമ്മൾ അനുഭവിക്കാൻ തയ്യാറായിരിക്കണം, നല്ലത് വന്നാലും അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഇതൊന്നും നമ്മൾ അനുഭവിക്കേണ്ടതാണെന്ന ധാരണ നമുക്കുണ്ടാവണം. പിന്നെ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാർഗ്ഗങ്ങൾ ചിന്തിക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ജ്യോതിഷത്തിനെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഒരു കാര്യം ജീവിക്കാൻ പറ്റുന്നില്ല. വിശ്വാസം വേണം. നമുക്കിപ്പോൾ നല്ല മുഹൂർത്തം നോക്കാം, ജാതകം കുറിച്ച് വെച്ചിട്ട് ഇന്ന കാലത്ത് കല്യാണം നടത്താൻ പറ്റും, ഇന്ന സമയത്ത് നമുക്ക് ജോലി കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൽ വിജയം ഉണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും,
നിധി കിട്ടും, നിങ്ങൾ വീട്ടിലിരിക്കേണ്ട അടുക്കളയുടെ ഭാഗത്ത് നിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകളെ കൊണ്ട് പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വീട് കുഴിച്ചുകൊണ്ട് ആളുകൾ എനിക്കറിയാം. ആ വീടിൻ്റെ അടുക്കളയിൽ നിധി ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഒരു കുടുംബ വീടുണ്ട്, കുടുംബ വീട്ടിൽ എല്ലാവരും നല്ല ഐക്യതയെ കഴിയുന്ന ആളുകളായിരിക്കും, സഹോദരങ്ങൾ തമ്മിൽ വലിയ ഐക്യതയെ കാര്യങ്ങളായിരിക്കും. കഷ്ടകാലത്തിന് ഏതെങ്കിലും ജോസിനെ കാണാൻ പോകുമ്പോഴത്തേക്ക്, യാദൃശ്ചികമായി പോകുമ്പോഴത്തേക്ക് വീട്ടിനെ പറ്റി ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും, പഴയ വീടാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിധി ഉണ്ടെന്ന് പറയും. പിന്നെ ആ വീട്ടിന് വേണ്ടി അടിയായി. അങ്ങനെ കാര്യങ്ങൾ. അതാണ് പറയുന്നത്, നമ്മളെ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കണം. മറ്റൊരാൾ തരുന്ന ഉപദേശമായിട്ട് കണക്കാക്കണം. ജ്യോതിഷവും ഒന്നിൻ്റെ അന്തിമമായിട്ടുള്ള വിധിയല്ല. പക്ഷേ അത് ഒരു അന്ധവിശ്വാസമാണെന്ന് പറയാൻ പറ്റില്ല. അന്ധവിശ്വാസമാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ അന്ധവിശ്വാസം ബുദ്ധിമാന്മാർക്ക് രീതിയിലും അത് പ്രൂവൺ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സയന്റിഫിക് ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഗണിത വിഭാഗം സയന്റിഫിക് ആണ്, ഫലവിഭാഗം സയന്റിഫിക് അല്ല. കാരണം നമ്മൾ ഈ 12 രാശി വെച്ചിട്ടാണ് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയേണ്ടത്. ഈ ഓരോ രാശിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വന്നിരിക്കുന്ന ആളിനുമായിട്ട് യോജിച്ച രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഈശ്വരാധീനം വേണം. ഈശ്വരാധീനം എന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിൻ്റെ പിന്നെ ഉപാസന വേണം. ഉപാസന ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവചിന്തയോട് ഇരിക്കാൻ പറ്റും. നല്ല ശുദ്ധമായിട്ടുള്ള മനസ്സിലെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞിരിക്കുന്ന വെള്ളത്തിൽ നോക്കിയാലേ അടുത്തടുത്ത് കാണാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സെപ്പോഴും ശുദ്ധമായിരുന്നാൽ മാത്രമല്ലേ കാര്യങ്ങൾ വിശകലനം ചെയ്ത് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ മനസ്സിലൊരു കുടിലെ ബുദ്ധിയും വെച്ചുകൊണ്ട് ഒരാൾ വരുമ്പോഴത്തേക്ക് അയാൾ പണക്കാരനാണ്, നമുക്ക് അയാളെ എങ്ങനെയെങ്കിലും ചൂഷണെ കുറിച്ച് പൈസ ഉണ്ടാകും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അയാൾ മനസ്സ് അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഏത് കാര്യമായാലും അത് ദുഷിച്ചു പോകും. വിശ്വാസം വേണം, പക്ഷെ അതിനൊരു പരിധി നമ്മൾ നിശ്ചയിക്കണം. അതാണ് ശരി. താങ്ക് യു സോ മച്ച്.